പ്രിയ വിദ്യാർത്ഥികളെ, സർവശിക്ഷ കേരളയുടെ ശാസ്ത്രപദം എന്ന ഈ പരിപാടിയിൽ വിദ്യാർത്ഥികളെ പാഠപുസ്തകത്തിനപ്പുറത്തേക്ക് എത്തിക്കുക, നൂതനമായ രീതിയിലൂടെ പഠനത്തിൽ മുന്നേറാൻ സഹായിക്കുക, നൂതനമായ പ്രോജക്റ്റുകൾ ഏറ്റെടുക്കുക, സർവോപരി പഠന അന്തരീക്ഷം കൂടുതൽ മെച്ചപ്പെടുത്തുക തുടങ്ങിയ ലക്ഷ്യങ്ങൾ വച്ചുകൊണ്ട് തുടങ്ങിയ ഈ ശാസ്ത്രപദം പരിപാടിയിൽ ഇന്ന് കൊമേഴ്സ് വിദ്യാർത്ഥികൾക്കായിട്ടുള്ള ഒരു പ്രോഗ്രാം ചെയ്യാനാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ഇത് പ്രധാനമായിട്ടും തിരുവനന്തപുരം ജില്ലയിലെ കുട്ടികളെ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. ഈ പ്രോഗ്രാമിന് എന്നെ ക്ഷണിച്ച തിരുവനന്തപുരം DPC ശ്രീ രത്നകുമാർ സാറിനും SSKയിലെ മറ്റ് സുഹൃത്തുക്കൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ആരംഭിക്കാം. പ്രിയപ്പെട്ടവരെ, പഠനം എങ്ങനെ നമ്മുടെ ചിന്തകൾക്ക് അപ്പുറത്തേക്ക് നമ്മുടെ ദൈനംദിന ജീവിതത്തിലേക്ക് കൂട്ടിമുട്ടിക്കാം, കൊണ്ടെത്തിക്കാം എന്നുള്ളതിൻ്റെ ഒരു ചെറിയ ചർച്ചയാണ് അടുത്ത ഒരു മണിക്കൂർ ഇവിടെ നടത്തുവാൻ പോകുന്നത്. നാം ഇപ്പോൾ 11ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലും പഠിക്കുന്ന നിങ്ങൾ ഏകദേശം 10 വർഷത്തോളമായിട്ട് അല്ലെങ്കിൽ അതിൽ കൂടുതൽ വർഷങ്ങളായിട്ട് സ്കൂൾ എഡ്യൂക്കേഷനിൽ വിവിധ ക്ലാസ്സുകളിൽ വിവിധ വിഷയങ്ങൾ പഠിച്ചു വരുന്നവരാണ്. അപ്പോൾ ചില വിഷയങ്ങൾ പഠിക്കുമ്പോൾ നമ്മൾ പാഠപുസ്തകത്തിന് അപ്പുറത്തേക്ക് പോകാറുണ്ട്. ചിലത് പാഠപുസ്തകത്തിനകത്ത് തന്നെ ഒതുങ്ങി നിൽക്കുന്നു. ചിലത് ഒരുപക്ഷെ നമുക്ക് ഇഷ്ടമില്ലാന്ന് നമ്മൾ തന്നെ സ്വയം നമുക്ക് തോന്നുന്ന വിഷയങ്ങൾ നമ്മൾ ഒട്ടും തന്നെ മുന്നോട്ട് പോകാറുമില്ല. ഏതൊരു വിഷയവും ഇഷ്ടപ്പെട്ട് പഠിക്കണമെങ്കിൽ നമ്മൾ അതിനെ അറിയണം, നമ്മൾ അതിൻ്റെ ഭാഷയെ അറിയണം, അതിൻ്റെ ജീവനെ അറിയണം. ഇന്നിപ്പോൾ കൊമേഴ്സ് വിഭാഗത്തിലെ കുട്ടികളായ നിങ്ങളോട് അതിന് ഏറ്റവും ഉചിതമായ ഉതകുന്ന ഒരു വിഷയമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. അക്കൗണ്ടൻസിയും ബിസിനസ് സ്റ്റഡീസും എക്കണോമിക്സും പൊളിറ്റിക്കൽ സയൻസും ഒക്കെ പഠിക്കുന്ന നിങ്ങൾക്ക് ഇതെല്ലാ വിഷയങ്ങളും ഒരു സമാന സ്വരൂപത്തിലൂടെ സമാന രൂപത്തിലൂടെ കണ്ടെത്താൻ കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു കാഴ്ചപ്പാട് വെച്ചുകൊണ്ട് പഠിക്കുവാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ കൊമേഴ്സ് പഠനം എന്ന് പറയുന്നത് ഏറ്റവും രസകരവും ഏറ്റവും ഈട് നിൽക്കുന്നതും സസ്റ്റൈനബിളുമായിട്ട് മാറും എന്നുള്ളതിൽ തർക്കമില്ല. നമ്മുടെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ദി ലാംഗ്വേജ് ഓഫ് ബിസിനസ്. ഒരുപക്ഷെ നിങ്ങൾ ദി ലാംഗ്വേജ് ഓഫ് ബിസിനസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഒരു ടേമായിരിക്കും, അല്ലെങ്കിൽ അക്കൗണ്ടിങ് എന്ന് പറയുന്ന വിഷയത്തെ ആണ് നിങ്ങൾ ലാംഗ്വേജ് ഓഫ് ബിസിനസ് എന്ന് കരുതുന്നത്. അങ്ങനെ ഒരുപക്ഷെ പഠിച്ചും കാണും, പലപ്പോഴും അങ്ങനെ ഒരു വാക്ക് ഉണ്ടായിട്ടുണ്ട്. വാറൻ ബഫറ്റാണ് ആദ്യമായിട്ട് അക്കൗണ്ടിങ്ങിനെ ലാംഗ്വേജ് ഓഫ് ബിസിനസ് എന്ന് സംബോധന ചെയ്തത്. നമ്മളിപ്പോൾ ആ ഒരു ചുരുങ്ങിയ അർത്ഥത്തിൽ നിന്നും കുറച്ച് വിശാലമായ അർത്ഥത്തിലേക്കാണ് ഇവിടെ ഈ സെഷന് ദി ലാംഗ്വേജ് ഓഫ് ബിസിനസ് എന്ന് പേര് ഇട്ടിരിക്കുന്നത്. ഞാനൊരു സ്ലൈഡ് നിങ്ങളെ കാണിക്കാം. അത് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക. നമുക്കറിയാം, നമുക്കെല്ലാവർക്കും ഇപ്പോൾ ഈ ഓൺലൈൻ വിദ്യാഭ്യാസ കാലത്ത് അവശ്യം വേണ്ട ഒരു സംഗതിയാണ് മൊബൈൽ ഡാറ്റ എന്ന് പറയുന്നത്. മൊബൈൽ ഡാറ്റ ഇല്ലാതെ നമുക്കൊരു വിദ്യാഭ്യാസ പ്രവർത്തനം ചെയ്യാൻ കഴിയില്ല, മറ്റ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇടാൻ കഴിയില്ല, കൂട്ടുകാരുമായിട്ട് ഒരുപക്ഷെ സംവദിക്കാൻ കഴിയില്ല. നമ്മൾ ഈ വീട്ടിനകത്താണെങ്കിലും ഈ ലോകത്തെ നമ്മുടെ വീടിനുള്ളിലേക്ക് ആക്കി, നമ്മുടെ കൈപ്പത്തിയുള്ളിലേക്ക് ആക്കിയത് ഈ മൊബൈൽ വെച്ചിട്ടാണ്, അല്ലേ? അപ്പോൾ ഈ മൊബൈൽ ഡാറ്റ ഇല്ലെങ്കിലോ ഉണ്ടയില്ലാത്ത തോക്ക് പോലെയാണ്. ഒരു ഉപയോഗം നമുക്കില്ല. കോളിന് മാത്രമായിട്ട് പണ്ട് മൊബൈൽ ഫോണിൻ്റെ ഏറ്റവും വലിയ ഉപയോഗം കോൾ ചെയ്യുക എന്നുള്ളതായിരുന്നു. ഇപ്പം ഏറ്റവും ചെറിയൊരു ഉപയോഗം മാത്രമാണ് കോൾ ചെയ്യുക എന്നുള്ളത്. നമ്മളെ സംബന്ധിച്ച് മെസ്സേജിങ്ങിൻ്റെ ഒരു യുഗമാണ്. സോഷ്യൽ മീഡിയ മെസ്സേജുകൾ, അല്ലേ, വാട്സാപ്പ്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, ട്വിറ്റർ ഇതുപോലെയുള്ള മീഡിയകൾ വഴിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, യൂട്യൂബ് വഴിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എല്ലാ കമ്മ്യൂണിക്കേഷനും ഇപ്പോൾ കൂടുതലും നിങ്ങളെപ്പോലുള്ള തലമുറയിലെ കുട്ടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമായൊരു സാധനമാണ് ഈ മൊബൈൽ ഡാറ്റ. മൊബൈൽ ഡാറ്റ ഇല്ലെങ്കിൽ അടുത്തുള്ള ഏതെങ്കിലും മൊബൈലിൽ നിന്ന് കടമെടുക്കണം. അതിന് നമ്മൾ വൈഫൈ എന്ന് പറയും, അല്ലേ? വയർലെസ് ഫിഡിലിറ്റി. അപ്പോൾ ഈ വയർലെസ് ഫിഡിലിറ്റി എന്ന് പറയുന്ന സംവിധാനം ഇപ്പം നിലവിൽ
ഒരുപാട് സ്ഥലത്തുണ്ട് അല്ലേ. നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ കാണാം, അതുപോലെ ഹോസ്പിറ്റലിൽ പോയാൽ കാണാം, അല്ലെങ്കിൽ ഒരുപക്ഷെ ബസ് സ്റ്റാൻഡിൽ പോയി കഴിഞ്ഞാൽ കാണാം. അങ്ങനെ പല പബ്ലിക് പ്ലേസസിലും, ബാങ്കിൽ പോയാൽ നമുക്ക് അത് അനുഭവിക്കാൻ കഴിയും. പല പബ്ലിക് പ്ലേസിലും വൈഫൈ ഉണ്ട്, നമ്മുടെ വീട്ടിലും ഉണ്ടാകും. പക്ഷേ ഈ വൈഫൈയുടെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് അതിൻ്റെ റേഡിയോ സ്പെക്ട്രം വഴിയാണ് അതിൻ്റെ ഡാറ്റ വരുന്നത്. അപ്പോൾ ഡാറ്റ റേഡിയോ സ്പെക്ട്രം ക്യാരി ചെയ്യുന്നതിനുള്ള കഴിവ് വളരെ, ഇപ്പോൾ ഒരു മുറിയിൽ കഥ അടച്ചിട്ടിരുന്നാൽ ആ മുറിയിലുള്ള വൈഫൈ മോഡം എന്ന് പറയുന്നത് വൈഫൈ റൂട്ടറിൻ്റെ സിഗ്നൽ അപ്പുറത്തെ മുറിയിൽ കിട്ടാൻ ചിലപ്പോൾ പാടായിരിക്കും, അല്ലെങ്കിൽ കുറച്ച് അങ്ങോട്ട് മാറി കിട്ടാനായിട്ട് വലിയ പാടായിരിക്കും. അപ്പോൾ അതിനെ ഒരു ആൾട്ടർനേറ്റ് എന്ന നല്ല നിലയിലാണ് ഒരു സംവിധാനമാണ് ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ലൈറ്റ് ഫിഡിലിറ്റി, ലൈഫൈ എന്ന് പറയും. വൈഫൈ മാറി എന്ന് വരുന്നു, ലൈഫൈ വരുന്നു, ദി ഫ്യൂച്ചർ ഓഫ് ഇന്റർനെറ്റ്. അതായത് ഒരു ബൾബിന്റെ പടമൊക്കെ അതിനകത്ത് കാണിച്ചിട്ടുണ്ട് അല്ലേ. അപ്പൊ ഈ ലൈറ്റ് വഴിയാണ് എന്ത് ചെയ്യുന്നത്, ഇനി ഇന്റർനെറ്റ് ഡാറ്റ സിഗ്നലുകൾ എത്തുന്നത്. ലൈറ്റ് ക്യാരീസ് ദി സിഗ്നൽ. ഈ ഇന്റർനെറ്റ് സിഗ്നൽ നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണ്? സിഗ്നലിനെ ക്യാരി ചെയ്യുന്ന ലൈറ്റ് ആണ്. നേരത്തെ റേഡിയോ സ്പെക്ട്രമാണ് ക്യാരി ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ ലൈറ്റ് ക്യാരി ചെയ്യാൻ പോകും. എന്ന് പറഞ്ഞാൽ റേഡിയോ സ്പെക്ട്രം വഴി ഉപയോഗിച്ചിരുന്ന വയർലെസ് മോഡംസും റൂട്ടറും എല്ലാം ഇനി എന്ത് ചെയ്യുന്നു, അപ്ഡേറ്റ് ചെയ്യുന്നു. നിങ്ങളുടെ ഫോൺ ഉൾപ്പെടെ ഈ ലൈഫൈയിലേക്ക് വരണമെങ്കിൽ അതിനെ ഒന്നുകിൽ പുതിയൊരു ആപ്ലിക്കേഷൻ അതിന് ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ പുതിയൊരു ഫോൺ നിങ്ങൾ വാങ്ങിക്കേണ്ടി വരും. ഇപ്പോൾ 4G മാറി 5G വരുമ്പോൾ ഉള്ള അതുപോലുള്ള വ്യത്യാസം തന്നെയാണ് ഈ ടെക്നിക്കലും വരുന്നത്. അപ്പം നമുക്ക് ഇതിൻ്റെ പ്രത്യേകത വളരെ സ്പീഡ് കൂടുതൽ, ഇതിൻ്റെ ഏകദേശം 10 ഇരട്ടിയോളം, വൈഫൈയുടെ 10 ഇരട്ടിയോളം സ്പീഡ് കൂടുതലാണ് ഈ ലൈഫൈക്കുള്ളത്. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഈ വൈഫൈ വെച്ച് ഉപയോഗിച്ചിരുന്ന എല്ലാ ഉപകരണങ്ങളെയും ഈ ലൈഫൈ എന്ത് ചെയ്യും, അധികം താമസിക്കാതെ ഡിസ്റപ്റ്റ് ചെയ്യും, അതിനെ ഒന്നും തച്ചുടയ്ക്കും. അപ്പം ഇങ്ങനെ ധാരാളം ഡിസ്റപ്ഷൻസ്, ടെക്നോളജിക്കൽ ഡിസ്റപ്ഷൻസ് നമ്മുടെ ലൈഫിൽ വരുന്നുണ്ട് അല്ലേ. അപ്പം അങ്ങനെ ഏറ്റവും കൂടുതൽ ഡിസ്റപ്ഷൻ വരുന്ന ഒരു വിഷയമാണ് അക്കൗണ്ടൻസി എന്ന് പറയുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ അക്കൗണ്ടൻസി നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇറ്റ്സ് എ പോസ്റ്റ്മോർട്ടം അനാലിസിസ് അല്ലെ, കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു അനാലിസിസ് ആണ്. ഇപ്പോൾ ഇന്നലത്തെ അല്ലെ 2 ദിവസം മുന്നേ ഉണ്ടായിരുന്ന ഇന്ത്യ ഓസ്ട്രേലിയ മാച്ച് ആദ്യത്തെ 2 കളിയും ഓസ്ട്രേലിയ വിജയിച്ചു. അപ്പം ഈ 2 കളിയെക്കുറിച്ചിട്ടും നമുക്ക് വേണമെങ്കിൽ 2 പുസ്തകം തന്നെ എഴുതാനായിട്ട് സാധിക്കും. പക്ഷേ ഇനി 3ാമത്തെ കളി ഇന്ത്യ വിജയിക്കണം എങ്കിൽ, അല്ലെങ്കിൽ ഓസ്ട്രേലിയ ഇത്ര റൺസിനകത്ത് കണ്ടെയ്ൻ ചെയ്യുകയും അതിന് മുകളിലൊരു റൺസ് ഇന്ത്യക്ക് നേടുകയും ചെയ്യണമെങ്കിൽ, ഇന്ത്യക്ക് വിജയിക്കണമെങ്കിൽ എന്ത് ചെയ്യാം എന്നുള്ളതും കൂടി എന്ത് ചെയ്യണം, ഈ 2 പുസ്തകം എഴുതുമ്പോഴേക്കും നമുക്ക് തിരിച്ചറിയാൻ കഴിയണം. അല്ലാതെ ഇതൊരു ഒരു പോസ്റ്റ്മോർട്ടം അനാലിസിസ് മാത്രമായിട്ട്, കഴിഞ്ഞു പോയ ചരിത്രം മാത്രം രേഖപ്പെടുത്തി വയ്ക്കുക എന്നൊരു പ്രവർത്തനമായിട്ടാണ് അക്കൗണ്ടൻസി മുന്നോട്ട് പോകുന്നതെങ്കിൽ പ്രിയപ്പെട്ട കൂട്ടുകാരെ, അധികം താമസിക്കാതെ അങ്ങനെയുള്ള അക്കൗണ്ടിങ്ങും അങ്ങനെയുള്ള അക്കൗണ്ടൻസിനെയും ഇനി ലോകത്തിന് വേണ്ട എന്നൊരവസ്ഥയിലേക്ക് വരിക. സോ അക്കൗണ്ടിങ്ങിലും ഒരു ഡിസ്റപ്ഷൻ നമ്മൾ ഉടനെ തന്നെ എന്ത് ചെയ്യും, കാണാൻ പോവുകയാണ്. അപ്പോൾ ഭാവിയിൽ എന്തൊക്കെ ഗുണങ്ങളാണ് ഇതുകൊണ്ട് ഉണ്ടാകുന്നത്, ഈ ഒരു അനാലിസിസ് ഉണ്ടാകുന്നത്, അതിൻ്റെ യൂസേഴ്സിന്, അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ഇൻട്രസ്റ്റ് യൂസേഴ്സിന് നമ്മൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, അറിയിക്കേണ്ടതായിട്ടുണ്ട്. ഇന്നിപ്പം ഇന്ത്യ മുഴുവനും കർഷകരുടെ ഒരു സമരം നടന്നുകൊണ്ടിരിക്കുക അല്ലേ. എന്താണ് നമ്മുടെ കർഷകർക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഏത് മേഖല എടുത്താലും അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. കാർഷിക മേഖല ഇന്ത്യയിൽ 3 സെക്ടറുണ്ട്. അതിൽ ഒന്നാമത്തെ നമ്മുടെ എക്കോണമിയിലെ ഒന്നാമത്തെ സെക്ടർ നമ്മൾ അഗ്രികൾച്ചർ സെക്ടർ, കാർഷിക മേഖല എന്ന് പറയും. 2ാമത്തെ സെക്ടറിനെ നമ്മൾ ഇൻഡസ്ട്രിയൽ സെക്ടർ, വ്യാവസായിക മേഖല എന്ന് പറയും. 3ാമത്തെ സെക്ടറിന് ടേർഷ്യറി സെക്ടർ അഥവാ സർവീസ് സെക്ടർ എന്ന് പറയും, സേവന മേഖല എന്ന് പറയും. അതിൽ 1ാമത്തെ സെക്ടർ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഏർപ്പെട്ടിരിക്കുന്ന തൊഴിലാണ് അഗ്രികൾച്ചർ എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ തിരുവനന്തപുരം ജില്ലയിലാണെങ്കിൽ തിരുവനന്തപുരത്ത് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ഒരു വിഭാഗം പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് റബ്ബറാണ്. പിന്നെ പച്ചക്കറി കൃഷിയുണ്ട്, നേന്ത്രക്ക കൃഷിയുണ്ട് അല്ലേ, വെള്ളരിക്ക, പയർ, പടവലം, ഇങ്ങനെയുള്ള കൃഷികളെല്ലാം ധാരാളം തിരുവനന്തപുരം ജില്ലയിൽ ചെയ്യാറുണ്ട്. അപ്പോൾ പലപ്പോഴും ഇപ്പോൾ നേന്ത്രക്കായുടെ കാര്യം തന്നെ എടുക്കുക. നേന്ത്രക്കായ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ നേന്ത്രക്കായ്ക്ക് വില വളരെ കുറവാണ്. ഇപ്പം നമ്മൾ കടയിൽ ചെന്നാൽ പോലും 1 കിലോ പഴുത്ത നേന്ത്രക്ക, അത് നാടൻ കേരളത്തിൽ തന്നെ ഉണ്ടാക്കിയ പഴമാണെങ്കിൽ ഏകദേശം 40 രൂപയ്ക്ക് കിട്ടും. ഇനി തമിഴ്നാട്ടിൽ നിന്ന് വരുന്നതാണെങ്കിൽ 35 രൂപയ്ക്ക് കിട്ടും. അതിന് തമിഴ്നാട്ടിൽ നിന്ന് വരുന്നതിൻ്റെ ക്വാളിറ്റി കുറവാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, പൊതുവെ ഒരു അക്സെപ്റ്റാണ്. കേരളത്തിൽ വളരുന്ന പച്ചക്കറികൾക്ക്, പഴങ്ങൾക്കും എല്ലാം വില കൂടുതലാണ്. അപ്പോൾ ഇത് തന്നെ ഓണം സീസണൊക്കെ ആകുമ്പോൾ ഈ 40 രൂപ എന്നുള്ളത് എന്ത് ചെയ്യും, 80 രൂപ, 85 രൂപ, 90 രൂപയായിട്ട് മാറും. ഈ ഏത്തപ്പഴത്തിൻ്റെ ഒരു ഡിമാൻഡ് സപ്ലൈ ഉണ്ട്. നിങ്ങൾ എക്കണോമിക്സിൽ പഠിച്ചിട്ടുണ്ട്, ഇനിയും പഠിക്കുന്നുണ്ട്. വരവ് കൂടുകയും ഡിമാൻഡ് അതുപോലെ തന്നെ നിലനിൽക്കുകയും ചെയ്താൽ പ്രൈസ് കുറയും അല്ലേ. ഇപ്പം ഏത്തപ്പഴത്തിന് വരവ് കൂടിക്കൊണ്ടിരിക്കുകയാണ്, ഡിമാൻഡ് എന്നാൽ ഒരുപാട് കൂടാനുള്ള സാഹചര്യവും ഇല്ല.
ഇപ്പം ചൂട് സീസണൊന്നും ആയിട്ടില്ല, ഓണം സീസണല്ല, ഒന്നുമല്ല. അതുകൊണ്ട് തന്നെ നോർമലി ഉള്ള ഡിമാൻഡേ ഉള്ളൂ. പക്ഷേ സപ്ലൈ കൂടുതലായതുകൊണ്ട് തന്നെ ഇപ്പോൾ പ്രൈസ് കുറഞ്ഞുകൊണ്ടിരിക്കുക. ഇപ്പോൾ എന്നാൽ ഏകദേശം എല്ലാ കർഷകർക്കും ഏത്തക്കൊല വെട്ടുന്നൊരു സമയമാണിത്. ഈ നവംബർ ഡിസംബർ മാസത്തിൽ കൊലയുടെ ലഭ്യത കൂടുതലാണ്. അപ്പോൾ ഈ ഒരു പ്രൈസ് ഡിസ്ട്രക്ഷനെ, പ്രൈസിലുണ്ടായ കുറവിനെ, തകർച്ചയെ കർഷകൻ എങ്ങനെ നേരിടാം? ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പല കർഷകരും ഒരു കിലോ 25 രൂപ, അങ്ങനെ 4 കിലോ 100 രൂപ, 4 കിലോ നേന്ത്രപ്പഴം 100 രൂപ എന്ന് പറഞ്ഞ് റോഡരിയിലേക്ക് കൊണ്ടുപോയി വിൽക്കുന്നുണ്ട്. ഒരുപക്ഷെ അവർക്ക് അതിനകത്ത് കുറച്ചെന്തെങ്കിലും മിച്ചം ലഭിക്കുമായിരിക്കും, അവരുടെ കൃഷിയുടെ ചെലവും കഴിഞ്ഞ് മിച്ചം ലഭിക്കുമായിരിക്കും. പക്ഷെ അതിനേക്കാളും കൂടുതലൊരു വില കിട്ടുന്നതിന് എന്താണ് മാർഗം? ഇത് അഗ്രികൾച്ചർ എന്ന് പറഞ്ഞാൽ പ്രൈമറി സെക്ടറാണ്. ഇപ്പോൾ കർഷകൻ പ്രൈമറി സെക്ടറിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ, അഗ്രികൾച്ചർ സെക്ടർ തന്നെ നിൽക്കുകയാണെങ്കിൽ, അഗ്രികൾച്ചർ സെക്ടറിനൊരു വാല്യൂ ഉണ്ട്. അതിനപ്പുറത്തേക്കൊരു അഡീഷൻ കിട്ടാനായിട്ട് കർഷകന് ഒരിക്കലും സാധിക്കില്ല. അപ്പോൾ അഗ്രികൾച്ചർ സെക്ടറിലെ ഉൽപ്പന്നത്തിനെ ഒരു വാല്യൂ ആഡ് ചെയ്യണമെങ്കിൽ അതിൻ്റെ രൂപം മാറ്റണം, ട്രാൻസ്ഫോം ചെയ്യണം. രൂപം മാറ്റണമെങ്കിൽ അവിടെ ചില പ്രോസസ്സിങ് നടക്കണം. അപ്പോൾ പ്രോസസ്സിങ്ങിലേക്ക് വരണമെങ്കിൽ രണ്ടാമത്തെ സെക്ടറായ ഇൻഡസ്ട്രിയൽ സെക്ടറിലേക്ക് ആര് കടക്കണം? ഈ അഗ്രികൾച്ചർ ലിസ്റ്റ് കടക്കണം, ഈ കർഷകൻ കടക്കണം. ഇപ്പം ഏത്തപ്പഴത്തിനെ സംസ്കരിച്ച് ഉപയോഗിക്കാൻ കഴിയും. ഇപ്പം ധാരാളം ഏത്തപ്പഴമുണ്ട്. അതിന് നമുക്ക് സൂക്ഷിച്ചു വെക്കണമെങ്കിൽ ഏതൊക്കെ രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും? ഏത്തക്ക ചിപ്സ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും, ഏത്തക്ക ശർക്കര വരട്ടി ഉണ്ടാക്കാനായിട്ട് സാധിക്കും, അല്ലേ? അല്ലെങ്കിൽ ഏത്തക്ക പൾപ്പ് ജാം ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെ പല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും? ഏത്തക്കയെ നമുക്ക് സൂക്ഷിക്കാനായിട്ട്, അല്ലെ ഉണക്കി സൂക്ഷിക്കാനായിട്ട് സാധിക്കും, അല്ലെ? ഇപ്പൊ കർഷകൻ ഈ കിട്ടുന്നതെല്ലാം ഒരു കടയിൽ കൊണ്ട് കൊടുക്കാനോ അല്ലെങ്കിൽ ഇങ്ങനെ റോഡരികിൽ വെച്ച് കുറഞ്ഞ വിലയ്ക്ക് വിൽക്കാനോ ശ്രമിക്കാതെ ഇതിനെ ഒന്ന് പ്രോസസ്സ് ചെയ്യാനും കൂടെ ശ്രമിച്ചാലോ? ഒന്ന് ആലോചിച്ച് നോക്കി. ഏത്തപ്പഴം ചിപ്സിന്റെ കാര്യം തന്നെ എടുക്കുക. നമ്മൾ കടയിൽ ചെന്ന് കഴിഞ്ഞാൽ നോർമലി ഏത് സീസണിലായാലും, ഓണം സീസണിൽ ചിലപ്പോൾ ഒരു 10% വില കൂടുമെന്നല്ലാതെ ഏത് സീസണിൽ ചെന്നാലും ഒരു 300-320 റേഞ്ചിലാണ് 1 കിലോ ഏത്തക്ക ചിപ്സിന്റെ വില എന്ന് പറയുന്നത്. ഓണം സീസണിൽ ചിലപ്പോൾ 350 രൂപ ആവും, അത്രയേ ഉള്ളൂ. പക്ഷേ വെളിച്ചെണ്ണ ഉണ്ടാക്കുകയാണെങ്കിൽ ഇത് 400 രൂപ വരെ പോകും. വെളിച്ചെണ്ണ ഉണ്ടാക്കിയാൽ പ്രത്യേകം പറയണം, വെളിച്ചെണ്ണയ്ക്ക് വില കൂടുതലാണ് എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പം 1 കിലോ ഏത്തക്ക ചിപ്സ് ഉണ്ടാക്കാൻ നമുക്കൊരു 3 കിലോ പച്ച ഏത്തക്ക വേണമെന്ന് വിചാരിക്കുക. എന്നാൽ പോലും നമുക്ക് 100 രൂപയ്ക്കകത്തുള്ള ഒരു ഇൻപുട്ട് മാത്രമാണ് 1 കിലോ ഏത്തക്ക ചിപ്സ് ഉണ്ടാക്കുന്നത്. ഏത്തക്കയുടെ എമൗണ്ട് എന്ന് പറയുന്നത്, ഏത്തക്കയുടെ ഒരു അളവെന്ന് പറയുന്നത്. പിന്നെ വെളിച്ചെണ്ണ വേണം. എല്ലാം കൂടി നമുക്ക് ഒരു 200 രൂപയ്ക്കകത്ത്, പരമാവധി 200 രൂപയ്ക്കകത്ത് ചെയ്യാൻ കഴിയുന്ന സാധനമാണ്. നമുക്ക് മാർക്കറ്റിൽ പോയി 350-400 രൂപയ്ക്ക് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയേണ്ടത്? വാങ്ങിക്കാനായിട്ട് സാധിക്കും. എന്തുകൊണ്ടാണ്? ഏത്തക്ക എന്ന് പറയുന്നതിനകത്ത് വാല്യൂ ആഡ് ചെയ്തതിനെ ഏത്തക്ക ചിപ്സ് ആക്കി മാറ്റി. യഥാർത്ഥത്തിൽ കഴിക്കാൻ ടേസ്റ്റ് ആണെന്നേ ഉള്ളൂ. പച്ച ഏത്തക്കയോ പഴുത്ത ഏത്തക്കയോ കഴിക്കുന്നതിൻ്റെ 100 ഗുണം പോലും ഏത്തക്ക ചിപ്സ് കഴിച്ചാലില്ല. കാരണം എണ്ണയിൽ വറുക്കുന്നതോടുകൂടി അതിനുള്ള സകല വൈറ്റമിൻസും എന്ത് കഴിഞ്ഞു, മിനറൽസും നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്തത്. ഇത് പക്ഷെ നമ്മൾ കഴിക്കാനുള്ള ടേസ്റ്റ്, കസ്റ്റമറുടെ ടേസ്റ്റും പ്രിഫറൻസും അനുസരിച്ച് നമ്മൾ ഏത്തക്കയ്ക്ക് കൂടുതൽ പ്രാധാന്യം, അല്ലെങ്കിൽ ഏത്തപ്പഴത്തിനേക്കാളും കൂടുതൽ പ്രാധാന്യം നമ്മൾ ഏത്തക്ക ചിപ്സിന് കൊടുത്തു എന്നേ ഉള്ളൂ. ഈ ശർക്കര വരട്ടിയാൽ ഇത് തന്നെയാണ് സ്ഥിതി. അതിന് ഏത്തക്ക ചിപ്സിനേക്കാളും കുറച്ചുകൂടി വില കൂടുതലാണ്. അപ്പോൾ കർഷകൻ ചെയ്യേണ്ട ഒരു പ്രധാന മാർഗം എന്താണ്? നമ്മൾ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളെ എങ്ങനെ മാർക്കറ്റ് ചെയ്യുക, എങ്ങനെ വിപണനം നടത്താമെന്നും, അല്ലെങ്കിൽ നമ്മൾ വെയർ ഹൗസിംഗ് ഒക്കെ പഠിക്കുന്നതാണ്, അല്ലെ? എങ്ങനെ വിപണിയിൽ ഇപ്പൊ എത്തിക്കേണ്ട കാര്യം മാത്രം എത്തിക്കുക, ബാക്കി സൂക്ഷിച്ചു വയ്ക്കുക, ബാക്കി പിന്നീട് അവസരത്തിൽ എത്തിക്കുക. അങ്ങനെ ഒരു നിശ്ചിത ശതമാനം അളവിൽ മാത്രം നമ്മുടെ ഉൽപ്പന്നം വിപണിയിലേക്ക് വരുത്താൻ കഴിയുന്ന രീതിയിൽ ഒരു സ്ട്രാറ്റജിയാണ് കർഷകൻ ഉണ്ടാക്കേണ്ടത്. ഇപ്പൊ പലപ്പോഴും ഈ സ്ട്രാറ്റജി ചെയ്യുന്ന ഇടനിലക്കാരാണ് ചെയ്യുന്നത്. ഇപ്പൊ റിലയൻസ് പോലുള്ള ബിഗ് ഫാം ഹൗസസും അതുപോലെ തന്നെ വെയർ ഹൗസസും ഉള്ള കമ്പനീസ് എന്ത് ചെയ്യുന്നു? ഒറ്റയടിക്ക് കർഷകനെ മൊത്തം പ്രൊഡ്യൂസ് ചെയ്യും വാങ്ങുന്നു. ഉള്ളി തന്നെ ഒരു എക്സാമ്പിളാണ്. സവാളയുടെ വില നിങ്ങൾ ആലോചിച്ച് നോക്കി. സവാള ഒരു വർഷം 10 രൂപ മുതൽ 180-200 രൂപ വരെ ചാഞ്ചാട്ടം വന്നുകൊണ്ടിരിക്കണം. ഒരു വർഷം തന്നെ എത്ര, അല്ലെ? 10-15% ആണ് സവാളയുടെ വില ഒരു വർഷം ചാഞ്ചാടുന്നത്. യഥാർത്ഥത്തിൽ ഇത് ഉണ്ടാക്കുന്ന കർഷകൻ എത്ര രൂപ കിട്ടുന്നത്? 10 രൂപ 15 രൂപയാണ് പരമാവധി കിട്ടുന്നത്. അല്ലെങ്കിൽ 20 രൂപ, ഏറ്റവും വില കൂടി നിൽക്കുന്ന സ്ഥലത്ത് 25 രൂപ കിട്ടിയാലേ. അപ്പോഴാണ് നമുക്ക് കടയിൽ ഇത് വാങ്ങാൻ ഏറ്റവും വില കൂടിയ സമയം 160-170 രൂപ കൊടുക്കേണ്ടി വരും. അപ്പൊ ഇതാരാണ് സംഭരിച്ചു വെക്കുന്നത്? ഇത് വേറെ സൂക്ഷിച്ചു വെക്കുന്ന ആൾക്ക്, ഇടനിലക്കാർക്കാണ് ഇതിന്റെ ലാഭം മുഴുവൻ ഉണ്ടാവുന്നത്. കർഷകന് ന്യായമായ വില കിട്ടണമെങ്കിൽ കർഷകൻ എന്ത് ചെയ്യണം? ഈ അഗ്രികൾച്ചർ എന്ന് പറയുന്ന ഒരു മേഖലയിൽ നിന്നും അതിനെ കുറച്ച് മുന്നോട്ട് പോയി അതിന്റെ സംസ്കരണം അല്ലെങ്കിൽ സൂക്ഷിച്ചു വെക്കുന്ന വെയർ ഹൗസിംഗ് എന്ന മേഖലയിലേക്കും
അതായത് ഇൻഡസ്ട്രിയൽ മേഖല രണ്ടാമത്തെ മേഖലയിലേക്ക് വന്നെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ മൂന്നാമത്തെ സേവന മേഖലയിലേക്ക് വന്നെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ കഴിയത്തുള്ളൂ, തൻ്റെ പ്രൊഡ്യൂസറിന് കൂടുതൽ വില നേടാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇത് തന്നെയാണ് നമ്മുടെ കർഷകരെ ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം. എല്ലാവരും ഈ ഇപ്പം നമ്മളൊരു വഴിവെക്കത്തുള്ള ഒരു കർഷകൻ്റെ നിന്ന് പോയി വെള്ളരിക്ക വാങ്ങിക്കുകയാണെങ്കിൽ വെള്ളരിക്കയ്ക്ക് 1 കിലോ 60 രൂപ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും കടയിൽ 40 രൂപയുള്ളൂ, 30 രൂപയുള്ളൂ, നിങ്ങൾക്ക് എന്തിനാ 60 രൂപ 10 രൂപ കുറച്ച് തന്നിട്ടെന്ന് ചോദിക്കും അല്ലേ. നമുക്ക് നല്ല രീതിയിൽ ഒരു ജൈവ വളങ്ങൾ മാത്രം ഇട്ടുകൊണ്ട് നിർമ്മിക്കുന്ന ഒരു വെള്ളരിക്കയായപ്പോലും നമ്മൾ വില പേശുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ആ കർഷകന്റെ അധ്വാനത്തിന് നമുക്ക് കൃത്യമായിട്ട് നമ്മൾ ശരിയായിട്ടൊരു ബഹുമാനം പോലും നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കുന്നത്. നമ്മൾ അവിടെയും വില പേശിക്കൊണ്ടിരിക്കണം. അതേസമയം നമ്മളൊരു വലിയ ഹോട്ടലിൽ കയറിയാൽ 100 രൂപ ടിപ്പ് കൊടുക്കുന്നതിന് നമുക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ ഈ ഒരു സംസ്കാരം നമ്മുടെ മനസ്സിൽ പതിഞ്ഞു പോയ ഒരു വികാരമാണ്. അപ്പോൾ കർഷകനോടും കാർഷിക രംഗത്തോടും നമുക്ക് പലർക്കും, എല്ലാവർക്കും ഉണ്ടെന്ന് പറഞ്ഞല്ലോ, പലർക്കും ഉള്ള ഒരു ചെറുതാണ് ഒരു മനോഭാവം ഉണ്ടല്ലോ, ഒരു ലോ പ്രൊഫൈൽ മനോഭാവം നമ്മൾ എന്ത് ചെയ്യണം, മാറ്റണം. കർഷകരില്ലെങ്കിൽ നമ്മളാരും ഇല്ല. നമ്മളെല്ലാവരും സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിക്കുന്ന കാര്യങ്ങളല്ലല്ലോ നമ്മൾ കഴിക്കുന്നത്. ഇവിടെ നിന്നൊക്കെയോ കർഷകർ ബുദ്ധിമുട്ടി ഉണ്ടായിക്കൊണ്ട് മാർക്കറ്റിൽ വിൽക്കുന്ന സാധനങ്ങളാണ് നമുക്ക് കിട്ടുന്നത്. സോ കർഷകരെ നമ്മൾ തീർച്ചയായിട്ടും ബഹുമാനിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അടുത്ത സെഷനിലേക്ക് പോവുകയാണ്. നമുക്കറിയാം, നമ്മൾ ബിസിനസ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഏതെങ്കിലും തരത്തിലുള്ള മണി ട്രാൻസാക്ഷൻ നടക്കുന്നതാണ്. ഇവിടെ എക്കണോമിക് ആക്ടിവിറ്റീസ് ഉണ്ട്, നോൺ എക്കണോമിക് ആക്ടിവിറ്റീസ് ഉണ്ട്. ബിസിനസ് ഈസ് എൻ എക്കണോമിക് ആക്ടിവിറ്റി. എസെൻഷ്യലി അതിനകത്ത് പണം ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. സോ പണം ഇൻവോൾവ് ചെയ്യണമെങ്കിൽ പണം എവിടെ നിന്നെങ്കിലും എത്തണം. പണത്തിന്റെ സോഴ്സ് എന്താണ്? വെർ ഇസ് ദി സോഴ്സ് ഓഫ് ഫണ്ട്സ്? നമ്മുടെ കയ്യിൽ പണം വരുന്നത് എപ്പോഴാണ്? നമ്മൾ ഒരു സാമ്പത്തിക പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നു അല്ലെ. ഉദാഹരണത്തിന് ഒരു അധ്യാപകന് സാമ്പത്തിക പ്രവർത്തനം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ജോലിയാണ്. അധ്യാപനം എന്ന് പറയുന്ന ജോലിയാണ്. അദ്ദേഹം ഒരു ഗവൺമെന്റ് സെക്ടറിൽ അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്ടറിൽ ജോലി ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ മാസം തോറും അദ്ദേഹത്തിന് സാലറി കിട്ടും, അല്ലെങ്കിൽ അവർക്ക് സാലറി കിട്ടും. ഇപ്പോൾ ഡോക്ടർ മെഡിക്കൽ കോളേജ് വർക്ക് ചെയ്യുന്ന ഡോക്ടറാണെങ്കിൽ അദ്ദേഹത്തിന് മാസം തോറും സാലറി കിട്ടും, അല്ലെങ്കിൽ അവർക്ക് മാസം തോറും സാലറി കിട്ടും. അപ്പോൾ കിട്ടുന്ന സാലറി പൂർണ്ണമായിട്ട് ചെലവഴിച്ചാൽ പിന്നെ ഒന്നും പറയാനില്ല. എല്ലാം ഇന്ന് 1 lakh rupees സാലറി കിട്ടി, 1 lakh rupees ഈ മാസം തന്നെ ചെലവഴിച്ചു, സാധനങ്ങളൊക്കെ വാങ്ങിച്ചു അടിച്ചു പൊളിച്ച് തീർത്താൽ നമുക്ക് മുന്നോട്ട് പോകേണ്ട, ഇവിടെ വെച്ച് കാര്യങ്ങൾ തീർക്കാം. അല്ല, അത് മുഴുവൻ ചെലവഴിക്കില്ല, കുറച്ച് ഭാഗം ഞാൻ സേവ് ചെയ്യും, സമ്പാദിക്കും, ഭാവിയിലേക്ക് വേണ്ടിയിട്ട് സ്വരുക്കൂട്ടി വയ്ക്കും, മുതൽക്കൂട്ടി വയ്ക്കും എന്ന് വിചാരിക്കുന്നവരോടാണ് ഇനി നമുക്ക് സംസാരിക്കാനുള്ളത്. അപ്പം നമുക്ക് കിട്ടുന്ന വരുമാനം, അത് ബിസിനസ് ആയാലും ശരി, വ്യക്തികളായാലും ശരി, സ്ഥാപനങ്ങളായാലും ശരി, കിട്ടുന്ന വരുമാനത്തിന്റെ ഒരു ഭാഗം സേവ് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാൻ കഴിയൂ, അത് വളരാനായിട്ട് സാധിക്കും. വളരണമെങ്കിൽ എന്ത് ചെയ്യണം? ഇപ്പൊ കാണിച്ചിട്ടുണ്ട്, നിങ്ങളുടെ സ്ലൈഡിൽ കാണിച്ചിട്ടുണ്ട് അല്ലെ. കുഞ്ഞു സമ്പാദ്യങ്ങളാണ് വലിയ മരമായിട്ട് അല്ലെ, മണി ട്രീ ആയിട്ട് വളരുന്നത്. അപ്പോൾ സേവ് ചെയ്ത പൈസ ഒരിക്കലും വളരില്ല. നമ്മളിപ്പോൾ 10,000 രൂപ നമ്മുടെ ഷെൽഫിലുണ്ട്, അത് 10 വർഷം കഴിഞ്ഞാലും 10,000 രൂപയായിട്ട് തന്നെ ആയിരിക്കും ഇരിക്കുന്നത്. പക്ഷേ അതിന്റെ മൂല്യം 10,000 രൂപ കാണുമോ, 8,000 രൂപയാവോ, 6,000 രൂപയാവോ, 12,000 രൂപയാവോ എന്നുള്ളത് വേറെ വിഷയം. പക്ഷേ 10,000 രൂപ തന്നെ അപ്പോഴും ഉണ്ടാവും. പക്ഷെ അത് ഇൻവെസ്റ്റ് ചെയ്താലോ, ഒരു 10% റിട്ടേൺ വെച്ച് ഓരോ വർഷം കിട്ടുവാണെങ്കിൽ 10% ഏകദേശം 10,000 രൂപ എന്ന് പറഞ്ഞാൽ 10 വർഷം കഴിയുമ്പോൾ മിനിമം 20,000 രൂപയെങ്കിലും ആവും. അപ്പോൾ സേവ് ചെയ്തത് ഇൻവെസ്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ ആ സേവിങ്സ് വളരത്തുള്ളൂ, അല്ലെങ്കിൽ സേവ് ചെയ്ത സാധനം അതുപോലെ തന്നെ ഇരിക്കും എന്നാണ് നമുക്ക് പറയാനുള്ളത്. സോ അതുകൊണ്ട് തന്നെ സേവ് ചെയ്യുന്നതെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ കഴിയണം, ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കൺവെർട്ട് ചെയ്യാനായിട്ട് സാധിക്കണം. അപ്പോൾ ഏതൊക്കെ സ്ഥലത്താണ് ഈ സേവ് ചെയ്ത പൈസ നമുക്ക് എങ്ങനെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാം എന്നാണ് ഇനി നോക്കേണ്ടത്. പ്രധാനമായിട്ടും ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് FD എന്ന് പറയുന്നത്, ഫിക്സഡ് ഡിപ്പോസിറ്റ്. ബാങ്കിൽ എന്ത് ചെയ്യുന്നു, സ്ഥിര നിക്ഷേപം നടത്തുക. അല്ലെങ്കിൽ മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വേറൊരു നിക്ഷേപമാണ് ഗോൾഡ് എന്ന് പറയുന്നത്, സ്വർണ്ണത്തിൽ നിക്ഷേപിക്കുക. സ്വർണ്ണത്തിനൊക്കെ ഇപ്പം ഏകദേശം നല്ല വിലയിൽ നിൽക്കുന്ന ഒരു സമയമാണ്. ഇപ്പം കുറച്ച് വില കുറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ കഴിഞ്ഞ 2 വർഷമായിട്ട് സ്വർണ്ണത്തിൽ നിക്ഷേപിച്ചവർക്ക് ഒക്കെ നല്ല ആദായമാണ്, റിട്ടേൺ ആണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ദെൻ ലാൻഡിൽ നിക്ഷേപിക്കുന്നുണ്ട്. കേരളത്തിലെത്തുന്ന ലാൻഡിന് പൊതുവെ വില കൂടുതലാണ്, ലാൻഡിന്റെ സൈസ് കുറവാണ്. കേരളം എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ചുണ്ടൻ വെള്ളം പോലെ ഉള്ളൊരു പ്രദേശമാണ് കേരളം. അപ്പോൾ അവിടെ തന്നെ ആൾക്കാരുടെ എണ്ണം, ജനസാന്ദ്രത കൂടുതലാണ്, ലാൻഡിന്റെ ലഭ്യത കുറവാണ്. അതുകൊണ്ട് തന്നെ ലാൻഡ് നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ് എപ്പോഴും കേരളത്തിൽ. ദെൻ നമുക്ക് ഹൗസിങ് ചെയ്യാം, ഉള്ള ലാൻഡിന് എന്ത് ചെയ്യാം, വീട് വയ്ക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഷോപ്പിംഗ് കോംപ്ലക്സുകൾ വെച്ചിട്ട് വാടകയ്ക്ക് കൊടുക്കുക, അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാം. ദെൻ ഓഫ് കോഴ്സ് സ്റ്റോക്സ് അല്ലേ, ഷെയർ മാർക്കറ്റിൽ സ്റ്റോക്സ് വാങ്ങാം, ഷെയറുകൾ വാങ്ങാം, വിൽക്കാം, അതിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്താം. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, വരുമാനം ഉണ്ടാക്കാം. അതുപോലെ തന്നെ കമ്പനികൾക്ക് വേണ്ട മൂലധനം കൊടുക്കുന്നതിലൂടെ രാജ്യത്തിന്റെ
വികസനത്തിന് നമുക്ക് ഭാഗമാക്കാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് നേരിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇറക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് ചെയ്യാവുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറയുന്നത്. നമുക്ക് വേണമെങ്കിൽ മ്യൂച്വൽ ഫണ്ട്സ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് മിക്കവാറും എല്ലാവർക്കും ഉണ്ടാവുന്നതാണ് പോസ്റ്റ് ഓഫീസിൽ റെക്കറിംഗ് ഡെപ്പോസിറ്റ്, ബാങ്കുകളിലും ഉണ്ട്. അപ്പോൾ ഇതിലേതെങ്കിലുമൊക്കെ, അല്ലെങ്കിൽ ലൈഫ് ഇൻഷുറൻസ് ഉണ്ട്, അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഫോറിൻ എക്സ്ചേഞ്ചിൽ നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാം, ബോൺസിൽ ചെയ്യാം. അല്ലെങ്കിൽ കേരള ഗവൺമെന്റ് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പോയിട്ട് മസാല ബോൺസ് വഴി കിഫ്ബിക്ക് വേണ്ടിയിട്ട് മൂലധനം റേസ് ചെയ്തിരുന്നു, ക്യാപിറ്റൽ റേസ് ചെയ്തിരുന്നു, നമുക്കറിയാവുന്നതാണ്. അപ്പം ഇങ്ങനെ പല മെത്തേഡിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇൻവെസ്റ്റ്മെന്റ് നടത്താനായിട്ട് സാധിക്കും. നമുക്ക് സേവിങ്സ് ഇൻവെസ്റ്റ്മെന്റ് നടത്താനായിട്ട് സാധിക്കും. അപ്പം ഇതിനകത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് ഹൗസിംഗ് എന്ന് പറയുന്നത്, റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്നത്. ആ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്കിന്ന് ചർച്ച ചെയ്യാം. ഒരു വീട് വയ്ക്കുന്നതിന് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത്? ഒരു വീട്ടിൽ താമസമാവുന്നതിന് വേണ്ട നല്ല പക്ക കോൺക്രീറ്റ് ബിൽഡിംഗ് വെക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത്? തീർച്ചയായിട്ടും നമ്മുടെ സ്ക്രീനിൽ കാണുന്നുണ്ട്. ബ്രിക്സ്, ചുടുകട്ട വേണം, സിമെന്റ് വേണം, അല്ലേ, സാൻഡ് വേണം, അതുപോലെ കോൺക്രീറ്റ് വേണം, സ്റ്റീൽ ബാറുകൾ വേണം, പ്ലാസ്റ്റിക് വേണം, പലതരത്തിലുള്ള സാനിറ്ററി സാധനങ്ങളെല്ലാം, വയറിങ്ങിൻ്റെ ഒക്കെ സാധനങ്ങൾ പ്ലാസ്റ്റിക് വഴിയാണ് ചെയ്യുന്നത്. ജനൽ ഡോറിനും വിൻഡോയ്ക്കും വുഡ്സ് വേണം. ദെൻ തറയിൽ ഇടാൻ ടൈല് വേണം, വേണ്ടേ? തീർച്ചയായിട്ടും വേണം. ഗ്രാനൈറ്റ് വേണം. ഇത് പറയാത്തൊരു സാധനമുണ്ട്, വീടൊക്കെ മോടി പിടിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ്? നല്ല പെയിന്റ് വേണം, അല്ലേ? നല്ല സൂപ്പർ കളറൊക്കെ സെലക്ട് ചെയ്ത്, കളർ കോമ്പിനേഷനൊക്കെ സെലക്ട് ചെയ്ത്, അപ്പോഴാണ് വീടിന് നല്ലൊരു ഭംഗി ഉണ്ടാകുന്നത്, അല്ലേ? ആൾക്കാരെ കുട്ടിയൊക്കെ അടിച്ച് മിനുസപ്പെടുത്തി ചെയ്യുമ്പോൾ വീടിന് ഫിനിഷിങ് ഉണ്ടാകും. അപ്പോൾ ഇങ്ങനെയുള്ള സംഗതികളെല്ലാം നമുക്ക് വേണം, അല്ലേ? അപ്പോൾ ഞാൻ ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ തന്നെ മനസ്സിൽ ഉത്തരം പറഞ്ഞാൽ മതി. ഒരു ഡിസ്കഷൻ ആണെങ്കിൽ പോലും ഇത് റെക്കോർഡഡ് വീഡിയോ ആയതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ ഉത്തരം നേരിട്ട് കേൾക്കാൻ കഴിയില്ല. എങ്കിലും ഞാൻ ഒരു ഇൻട്രാക്ഷൻ എന്നുള്ള നിലയിലാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. ഞാൻ രണ്ട് സൈഡിലായിട്ട്, ഈ സ്ലൈഡിൻ്റെ രണ്ട് സൈഡായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ഭാഗങ്ങൾ ഇടത് സൈഡിലും കൊടുത്തിട്ടുണ്ട്, കുറച്ച് ഭാഗം വലത് സൈഡിലും കൊടുത്തിട്ടുണ്ട്. ഈ നമ്മളൊരു ബിൽഡിങ് വയ്ക്കുമ്പോൾ, ബിൽഡിങ് താമസമാകുന്നതിന് മുന്നേ, അതായത് ബിൽഡിങ്ങിൻ്റെ ഗൃഹപ്രവേശത്തിന് മുന്നേ, ഹൗസ് വാമിങ്ങിന് മുന്നേ എന്തൊക്കെ മെറ്റീരിയൽ വേണം എന്നുള്ളതാണ് ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് തന്നെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇടത് സൈഡിൽ മണൽ, സാൻഡ്. ഇപ്പം മണലൊന്നും കിട്ടാനില്ല, എം സാൻഡ് വഴിയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, പാറപ്പൊടിയൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സാൻഡ് ഉണ്ട്, ബ്രിക്സ് ഉണ്ട്, വുഡ് ഉണ്ട്, കോൺക്രീറ്റ് ഉണ്ട്. ഇത് ആരാണ് മാനുഫാക്ചർ ചെയ്യുന്നത്? ഇതിൻ്റെ പ്രൈസ്, ഇതിൻ്റെ വില നിശ്ചയിക്കുന്ന ആരാണ് ഇങ്ങനെയുള്ള സാധനങ്ങൾ? അതുപോലെ വലത് സൈഡിൽ ഹൂ മാനുഫാക്ചേഴ്സ്, എന്തൊക്കെയാണ്? സിമെന്റ് ആരാ മാനുഫാക്ചർ ചെയ്യുന്നത്? മെറ്റൽ ബാർ, ഈ സ്റ്റീൽ കമ്പികൾ ആരാ മാനുഫാക്ചർ ചെയ്യുന്നത്? കോൺക്രീറ്റിനൊക്കെ വേണ്ട, അല്ലെങ്കിൽ ജനലിന് വേണ്ട കമ്പികളൊക്കെ ആരാ മാനുഫാക്ചർ ചെയ്യുന്നത്? ഈ പ്ലംബിംഗ് ആൻഡ് സാനിറ്ററി, പ്ലാസ്റ്റിക് നേരത്തെ പറഞ്ഞല്ലോ, അത് ആയിട്ട് ബന്ധപ്പെട്ട ടൂൾസും എക്യുപ്മെന്റ്സും ആവശ്യമായ പൈപ്പുകളും മറ്റു കാര്യങ്ങളും ഒക്കെ ആരാണ് മാനുഫാക്ചർ ചെയ്യുന്നത്? ഇലക്ട്രിക്കൽ ഗുഡ്സ്, വയറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട്, അല്ലേ, സ്വിച്ചസ്, അങ്ങനെ പലതരത്തിലുള്ള ഗുഡ്സുകളുണ്ട്. അതൊക്കെ ആരാണ് മാനുഫാക്ചർ ചെയ്യുന്നത്? പിന്നെ വീട്ടിൽ നല്ല ടൈലുകൾ വേണം, അല്ലേ? ഫ്ലോറിലിടാനും കിച്ചണിലിടാനും, അല്ലെ ചിലപ്പോൾ വാളിൽ ഒട്ടിക്കാനും ഒക്കെ ആയിട്ട് നല്ല ടൈലുകൾ വേണം. അല്ലെങ്കിൽ നല്ല ഗ്രാനൈറ്റ് വേണം. പണ്ടാണെങ്കിൽ മാർബിൾ ഉണ്ടാകും, ഇപ്പോൾ കുറച്ച് പേര് ഇപ്പോഴും മാർബിൾ യൂസ് ചെയ്യുന്നത്, അല്ലേ? അല്ലെങ്കിൽ നല്ല ഓടുകളുണ്ട്, അല്ലേ? തറ ഓടുകളുണ്ട്. പല രീതിയിൽ ആൾക്കാരുടെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് അനുസരിച്ചിട്ട് ഇതൊക്കെ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇത് ആരാണ് മാനുഫാക്ചർ? ദെൻ പെയിന്റ്, നിങ്ങൾക്കറിയാം ഇന്ത്യയിലെ ഏറ്റവും എല്ലാ സംസ്ഥാനത്തിലും പെയിന്റ് നൽകുന്ന സ്ഥാപനങ്ങളുണ്ട്, അല്ലേ? അങ്ങനെ എല്ലാ സംസ്ഥാനത്തിലും മണൽ കൊടുക്കുന്ന ഒരു സ്ഥാപനം ഇന്ത്യയിലുണ്ടോ? എല്ലാ സംസ്ഥാനത്തിലും ബ്രിക്സ് കൊടുക്കുന്ന ഒരു സ്ഥാപനം ഇന്ത്യയിലുണ്ടോ? ഇന്ത്യയിലെ ഏറ്റവും വലിയ മണൽ നിർമ്മാണ കമ്പനി ഏതാണ്? അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ കട്ട നിർമ്മാണ കമ്പനി ഏതാണ്? ബ്രിക്സ് ഉണ്ടാകുന്നത് എനിക്ക് പറയാൻ കഴിയില്ല. അതേസമയം ഇന്ത്യയിലെ ഏറ്റവും വലിയ പെയിന്റ് നിർമ്മാണ കമ്പനി ഏതാണെന്ന് വെച്ചാൽ ഞാൻ ഈസി ആയിട്ട് പറയും, ഏഷ്യൻ പെയിന്റ്സ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സിമെന്റ് നിർമ്മാണ കമ്പനി ഏതാണെന്ന് വെച്ചാൽ ഞാൻ ഈസി ആയിട്ട് പറയും. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റീൽ നിർമ്മാണ കമ്പനി ഏതാണെന്ന് വെച്ചാൽ എനിക്ക് ഈസി ആയിട്ട് പറയാൻ കഴിയും, നിങ്ങൾക്കും പറയാൻ കഴിയും, അല്ലേ? അല്പം ഒന്ന് ഈ രംഗത്ത് വായിച്ചിട്ടുള്ളവർക്കെല്ലാം പറയാൻ കഴിയും, അല്ലേ? നമ്മൾ പരസ്യങ്ങൾ ഇഷ്ടംപോലെ കാണാറുണ്ട്. അപ്പോൾ മണലുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എന്തെങ്കിലും അഡ്വർടൈസ്മെന്റ് കാണാറുണ്ട്. ബ്രിക്സുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും അഡ്വർടൈസ്മെന്റ് നമ്മൾ ടിവിയിലോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലോ ഇലക്ട്രോണിക് മീഡിയയിലോ പത്രത്തിലോ കാണാറുണ്ട്? ഇല്ല. ചിലപ്പോൾ ഷോപ്പിന്റെ ഫ്രണ്ടിൽ മണൽ ആവശ്യമുള്ളവർ ബന്ധപ്പെടുക എന്നുള്ള നമ്പറൊക്കെ കൊടുത്തിരിക്കുക, അതിനപ്പുറത്തേക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ ഒരെണ്ണം എന്ന് പറയുന്നത് റിയലി ഒരു ലോക്കലൈസ്ഡ് ആയിട്ടാണ്, പ്രാദേശികമായിട്ടാണ് സാൻഡ്, ബ്രിക്സും വുഡും കോൺക്രീറ്റും എല്ലാം ലഭിക്കുന്നത് വീടുണ്ടാക്കാൻ. മറ്റേന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല,
ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ഒളിഗോപൊളിക് മാർക്കറ്റാണ്. കുറച്ച് പ്ലെയേഴ്സ്, കുറച്ച് കമ്പനികൾ, കുറച്ച് കുത്തകകൾ ഉള്ള മാർക്കറ്റാണ് ഈ സിമെന്റ് മാർക്കറ്റ്. ഇപ്പം അൾട്രാടെക് സിമെന്റ് ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു സിമെന്റ് കമ്പനിയാണ്. ACC, ശങ്കർ, ഇതൊക്കെ നിങ്ങൾ കേട്ട് കാണും, റാംകോ. അപ്പോൾ അതേസമയം അങ്ങനെ ഒരു ബ്രാൻഡ് മണലിലോ ബ്രിക്സിലോ നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. അപ്പം നമ്മുടെ ലോക്കലായിട്ടൊരെണ്ണം കിട്ടുമായിരിക്കും. അതേസമയം ഇന്ത്യയിൽ മൊത്തത്തിലോ അല്ലെങ്കിൽ കേരളത്തിൽ മൊത്തത്തിലോ ഒരു മണലിന്റെ കാര്യം നമുക്ക് പറയാൻ കഴിയില്ല, ഒരു ബ്രിക്കിന്റെ കാര്യം പറയാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അതിൻ്റെ ഒരു മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ റാദർ അൺഓർഗനൈസ്ഡ് ആണ്. അതേസമയം ഈ വലയസിൽ എഴുതിയിരിക്കുന്ന വിവിധ ബ്രാൻഡുകൾ നിർമ്മിക്കുന്ന സിമെന്റുകളുണ്ട്, മെറ്റൽ ബാർ ഉണ്ട്, അല്ലെ, പ്ലംബിംഗ് ആൻഡ് സാനിറ്ററി ഉണ്ട്, ഇലക്ട്രിക്കൽ ഗുഡ്സ് ഉണ്ട്. ഇതെല്ലാം എന്ന് പറയുന്നത് ഓർഗനൈസ്ഡ് സെക്ടേഴ്സാണ്. അതുകൊണ്ട് തന്നെ ഓർഗനൈസ്ഡ് സെക്ടറിലെ കമ്പനികൾ ആയിരിക്കും ഉണ്ടാവുക. മറ്റിടത്ത് പാർട്ണർഷിപ്പോ അല്ലെങ്കിൽ സോൾ പ്രൊപ്പറേറ്റർഷിപ്പോ ആയിരിക്കും സാൻഡിലും ബ്രിക്സിലും ഒക്കെ ഉണ്ടാവുക. വ്യത്യാസം ഉണ്ടാവും. അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് കമ്പനി ആയിരിക്കും പരമാവധി ഉണ്ടാവുക. പക്ഷെ വലിയ പബ്ലിക് സെക്ടർ കമ്പനീസ് എല്ലാം വരുന്നത്, പബ്ലിക് സെക്ടർ അല്ല, പബ്ലിക് കമ്പനീസ് എല്ലാം വരുന്നത് ഈ സിമെന്റിലും മെറ്റൽ ബാറിലും ഇങ്ങനെയുള്ള കമ്മോഡിറ്റിയിലാണ്. അപ്പോൾ ഓർഗനൈസ്ഡ് മാർക്കറ്റ് ആകുമ്പോൾ അതിന് സൈസ് വലുതായിരിക്കും. അൺഓർഗനൈസ്ഡ് ആകുമ്പോൾ സൈസ് ചെറുതാണെന്ന് അർത്ഥമില്ല, പക്ഷേ ഓരോ സ്ഥലത്ത് പ്രാദേശികമായ ആവശ്യത്തിനനുസരിച്ചിട്ടായിരിക്കും അത് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ എല്ലാം കൂടെ കൂട്ടിയോജിപ്പിച്ചൊരു വലിയ സാധനമാക്കാൻ ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ ഒരു കൂട്ടം വ്യക്തികൾക്കോ കഴിയില്ല. മറ്റിടത്താണെങ്കിൽ അങ്ങനെയല്ല. ഇന്ത്യയിൽ എല്ലായിടത്തും സിമെന്റ് നിർമ്മിക്കുന്നതിന് ഇവരുടെ എല്ലാ സിമെന്റ് കമ്പനികളും തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കാർട്ടൽ ഫോം ചെയ്തിട്ടുണ്ട്, ഒരു സിൻഡിക്കേറ്റ് ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കമ്പനികളെല്ലാം കൂടെ ചേർന്നിട്ടാണ് സിമെന്റിന്റെ വിപണി വില പിടിച്ചു നിർത്തുന്നത്. ഗവൺമെന്റ് നിയന്ത്രണം ഉണ്ടെങ്കിൽ പോലും ഗവൺമെന്റ് പ്രൈസ് ബാൻഡ് വെച്ചിട്ടുള്ള അതിനകത്ത് വെച്ച് വില ഏറ്റവും അപ്പർ ബാൻഡ് നിർത്തണോ ലോവർ ബാൻഡ് നിർത്തണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് ഈ കമ്പനികൾ തന്നെയാണ്. അതേസമയം മണലിലും ബ്രിക്സിനൊന്നും അങ്ങനെ പ്രാദേശികമായിട്ടുള്ള വിലയാണ്. ഇന്ത്യയിലെ തമിഴ്നാട്ടിലെ ബ്രിക്സിന്റെ വില ആയിരിക്കില്ല കേരളത്തിലുള്ള, അല്ലെങ്കിൽ ആന്ധ്രാപ്രദേശിലെ വുഡിന്റെ വില ആയിരിക്കില്ല കേരളത്തിലുള്ള. വ്യത്യാസം സിമെന്റിനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ മെറ്റൽ ബാറിനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ സ്വിച്ചുകളുടെ വിലയും ഒക്കെ ഏറെക്കുറെ ഈക്വൽ ആയിരിക്കും, അല്ലെ. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ അല്ലെങ്കിൽ പോലും മോണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ മാർക്കറ്റാണ് ഇതെല്ലാം. അതുകൊണ്ട് തന്നെ മാർക്കറ്റിംഗ് കമ്മോഡിറ്റീസ് ആണ് ഇതെല്ലാം. അതുകൊണ്ട് തന്നെ ഇതിൻ്റെയൊക്കെ വില ഏറെക്കുറെ ഫിക്സഡ് ആയിരിക്കും. മറ്റേത് വ്യത്യാസം ഉണ്ടാവും തീർച്ചയായിട്ടും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഈ ബിൽഡിംഗ് വെക്കുമ്പോൾ തന്നെ ഈ ഒരു പ്രത്യേകത ഉണ്ട്, അല്ലേ. അപ്പോൾ ചിലതെന്ന് പറഞ്ഞാൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ബ്രാൻഡ്സ് അതിനകത്തുണ്ട്, ചിലത് അൺഓർഗനൈസ്ഡ് ആണ് എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കണം ബിൽഡിംഗ് വയ്ക്കുമ്പോൾ ഉള്ളതാണ്. ഇപ്പോൾ ഇന്ത്യയിലെ ടോപ്പ് സിമെന്റ് കമ്പനീസ്, കുറച്ച് കമ്പനീസിന്റെ പേരാണ് ഞാൻ ഇതിൽ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അൾട്രാടെക് സിമെന്റ്, ACC, അംബുജ, ശങ്കർ, അല്ലെ, റാംകോ, ഡാൽമിയ, ഇങ്ങനെ, അല്ലെ. ഇതുപോലൊരു കമ്പനി മണൽ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാൻ പറ്റും, അല്ലെങ്കിൽ ബ്രിക്സ് നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാൻ പറ്റുമോ? ഇന്ത്യയിൽ എല്ലായിടത്തും അറിയപ്പെടുന്ന അല്ലെങ്കിൽ ലോകത്ത് അറിയപ്പെടുന്ന ഒരിക്കലും നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. അതുപോലെ മെറ്റൽ ബാറുകൾ ഉണ്ടാകുന്ന സ്റ്റീൽ കമ്പനി ടാറ്റ സ്റ്റീൽ ഉണ്ട്, അല്ലെ. സെയിൽ, സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണ്. ടാറ്റ സ്റ്റീൽ, നിങ്ങൾ ജംഷഡ്ജി ടാറ്റ ജംഷഡ്പൂരിൽ സ്റ്റീൽ കമ്പനി സ്ഥാപിച്ച കാര്യമൊക്കെ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്, അല്ലെ. സ്കൂൾ 9ാം ക്ലാസ്സിലോ 8ാം ക്ലാസ്സിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. അപ്പം ഇങ്ങനെയുള്ള കമ്പനികൾ, അതുപോലെ സിറ, ഹിൻവെയർ, ജാഗ്വർ, പാരിവെയർ, കോക്ലർ, ഇതെല്ലാം സാനിറ്ററി, പ്ലംബിംഗ് ആൻഡ് സാനിറ്ററി, അല്ലേ. നിങ്ങളുടെ പൈപ്പ്, വീട്ടിലിരിക്കുന്ന പൈപ്പ്, അല്ലെങ്കിൽ നമ്മളൊരു സ്ഥലത്ത് നിന്ന് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ സ്കൂളുകളെല്ലാം ഹൈടെക് ആക്കിയിട്ടുണ്ട്, അല്ലേ. അപ്പോൾ നിങ്ങൾ ഇനിയിപ്പം ഈ കോവിഡ് കഴിഞ്ഞ് സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ടോയ്ലറ്റിൽ നമ്മുടെ വാഷ്റൂമിലേക്ക് കയറിയാൽ സിറയുടെയോ ജാഗ്വറിൻ്റെ കോക്ലറിൻ്റെ ഒക്കെ ഉള്ള സൂപ്പർ പൈപ്പുകളായിരിക്കും ഇരിക്കുന്നത്, അല്ലേ. സ്കൂളിൽ ചെല്ലുമ്പോൾ ഇത് 5 സ്റ്റാർ ഹോട്ടലാണോ അതോ ഇതിൻ്റെ പഴയ സ്കൂളായിരുന്നോ എന്ന് തോന്നുന്ന രീതിയിലേക്ക് നമ്മുടെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം സ്കൂളുകളുടെ മുഖച്ഛായ അടിമുടി എന്ത് ചെയ്തു, മാറ്റിമറിച്ചിരിക്കുക. അപ്പം ഇതെല്ലാം നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. ദെൻ നമ്മുടെ വയറിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ധാരാളം മീറ്റർ വയർ ഒരു വീട് അല്ലെങ്കിൽ ഒരു സ്ഥാപനം വയർ ചെയ്യാനായിട്ട് വേണ്ടി വരും. അതിൻ്റെ ഒരു ഇലക്ട്രിക്കൽ പ്ലാൻ അനുസരിച്ചിട്ട് വരും. അതിന് പ്രധാനപ്പെട്ട കമ്പനികളാണ് പോളിക്യാപ്പ് ഉണ്ട്, ഫിനോലെക്സ് ഉണ്ട്, അതുപോലെ ഹാവൽസ് ഉണ്ട്, നമ്മുടെ കേരളത്തിലെ ഓൺ കമ്പനി വി-ഗാർഡ് ഉണ്ട്, അല്ലേ. കൊച്ചിയിലെ ഇവരുടെ തന്നെ ഒരു സഹോദര സ്ഥാപനമാണ് വണ്ടർല അമ്യൂസ്മെന്റ് പാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കമ്പനീസ് എല്ലാം ചെയ്യണം. അതുപോലെ വീട് മോടി പിടിപ്പിക്കാനായിട്ട്, അല്ലേ, വീട് മോടി പിടിപ്പിക്കാനായിട്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ പെയിന്റ് കമ്പനിയാണ് ഏഷ്യൻ പെയിന്റ്സ് എന്ന് പറയുന്നത്. ഡ്യൂലക്സ് ഉണ്ട്, അല്ലെ, ബിർള വൈറ്റ് പുട്ടി ഉണ്ട്, അല്ലെ, ബ്രിട്ടീഷ് പെയിന്റ്സ് ഉണ്ട്, ജോട്ടൺ ഉണ്ട്, ബർജർ പെയിന്റ്സ് ഉണ്ട്. ഇങ്ങനെ പല തരത്തിലുള്ള പെയിന്റ് കമ്പനികൾ, പല ബ്രാൻഡിലുള്ള പെയിന്റ് കമ്പനികളുണ്ട്, അല്ലേ. അപ്പോൾ വീട് വയ്ക്കുന്നതിന് നമുക്ക് ഒരുപാട് സാധനങ്ങൾ ആവശ്യമാണ്. പക്ഷേ ചിലത് തികച്ചും ഓർഗനൈസ്ഡ് ബ്രാൻഡ്സ് ആണ്, ചിലതെന്ന് പറയുന്നത് അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള വസ്തുക്കളാണ്, ആൾക്കാരാണ് സപ്ലൈ ചെയ്യുന്നത്. ചിലത് ഓർഗനൈസ്ഡ് ബ്രാൻഡ്സ് ആണ് സപ്ലൈ ചെയ്യുന്നത്.
അപ്പം എന്തുകൊണ്ട് ഇവയെല്ലാം ചിലതല്ല, ഇപ്പം എന്തുകൊണ്ട് ഇവിടെ പെയിന്റ് കമ്പനി ഓർഗനൈസ്ഡ് ആയി, എന്തുകൊണ്ട് മണൽ കമ്പനി ഓർഗനൈസ്ഡ് ആയിട്ടില്ല, നിങ്ങൾ അന്വേഷിക്കാൻ നല്ലൊരു പ്രോജക്റ്റാണത്. എന്തുകൊണ്ട് ബ്രിക്സ് കമ്പനികൾ അൺഓർഗനൈസ്ഡ് ആയിട്ട്, ബ്രിക്സ് ഉണ്ടാക്കുന്ന പ്രൊഡ്യൂസേഴ്സ് അൺഓർഗനൈസ്ഡ് ആയിട്ട് നിൽക്കുന്നു, എന്തുകൊണ്ട് സിമെന്റ് ഉണ്ടാക്കുന്നവർ ഓർഗനൈസ്ഡ് ആയിട്ട് നിൽക്കുന്നു? സിമെന്റ് കൊണ്ട് മാത്രം വീട് വയ്ക്കാൻ പറ്റില്ല, തീർച്ചയായിട്ടും ബ്രിക്സ് വേണമല്ലോ, അല്ലെ? രണ്ടും കോംപ്ലിമെന്ററി ആണ്. പക്ഷെ ഒന്ന് മാത്രം എന്ത് ചെയ്യുന്നു, വലിയ ബ്രാൻഡായിട്ട് നിൽക്കുന്നു, ഒന്ന് ബ്രാൻഡ് ആവുന്നതേ ഇല്ല, അല്ലെ? നമുക്കൊരു ചൂള, നമ്മുടെ നാടൻ ഭാഷയിൽ ഇഷ്ടിക ചൂള എന്ന് പറയും. അപ്പോൾ ഇഷ്ടിക ചൂളക്കാരൻ ഒരു സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ആയിരിക്കും ചിലപ്പോൾ നടത്തുന്നത്, അല്ലെങ്കിൽ പാർട്ണർഷിപ്പ് ആയിരിക്കും. അപ്പോൾ സോൾ പ്രൊപ്പറേറ്റർ ആണെങ്കിൽ അയാൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ചൂള ചിലപ്പം വേറെ കൈമാറുകയാണ് ചെയ്യുന്നത്, അങ്ങനെ സ്ഥാപനമേ ഇല്ല. അതേസമയം ഇതൊരു കമ്പനിയായിട്ട് ഓർഗനൈസ് ചെയ്താലോ, അല്ലെ? മെമ്പേഴ്സ് മേ കം, മെമ്പേഴ്സ് മേ ഗോ. കമ്പനിയെ സംബന്ധിച്ച് ഓണർ അല്ലെങ്കിൽ പ്രൊമോട്ടർ മരിച്ചു എന്ത് ചെയ്യുന്നില്ല, കമ്പനി നിലനിൽക്കാതിരിക്കുന്നില്ലല്ലോ. ഇപ്പോൾ ടാറ്റാ സ്റ്റീലിൻ്റെ കാര്യം തുടങ്ങിയ ആൾ ആരാന്ന് നിങ്ങൾക്ക് അറിയാം, അല്ലേ? ജംഷഡ്ജി ടാറ്റയായിരുന്നു. ഇപ്പോഴും ടാറ്റാ സ്റ്റീലുണ്ട്, ഒരു കുഴപ്പമില്ലാതെ നിൽക്കുന്നുണ്ട്, അല്ലേ? അതേസമയം അന്ന് തുടങ്ങിയ ഒരു ചൂള കമ്പനി, ഇഷ്ടിക കമ്പനി ഇപ്പം നിലനിൽക്കുന്നുണ്ടോ? നിലനിൽക്കുന്നു എന്ന് പറയാനായിട്ട് സാധ്യത തീരെ കുറവാണ്, ഉണ്ടാവാനേ സാധ്യതയില്ല. അതിന് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ടാകും. അന്നും ഇഷ്ടിക ഉണ്ടായിരുന്നു, ഇന്നും ഇഷ്ടിക ഉണ്ട്, അല്ലേ? അപ്പോൾ ഈ ഓർഗനൈസ്ഡ് അൺഓർഗനൈസ്ഡ് ബ്രാൻഡുകൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. അപ്പം പ്രിയ കുട്ടികളെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, വീട് വയ്ക്കുമ്പോൾ തന്നെ ഇത്രയും കാര്യങ്ങൾ അതിനകത്തുണ്ട്. ഇപ്പോൾ ടൈൽ കമ്പനികളാണ്, കജാരിയ, സോമനി, നിറ്റ്കോ, സെറ, അല്ലെ? ഇങ്ങനെ പലതരത്തിലുള്ള ടൈൽ കമ്പനികൾ നമുക്കുണ്ട്. അപ്പം വീട് ഗൃഹപ്രവേശം നടക്കുന്നത് വരെയുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത്. ഈ ഗൃഹപ്രവേശം നടന്നു കഴിഞ്ഞാലോ, ഹൗസ് വാമിങ് നടന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ വേണം? തീർച്ചയായിട്ടും ആദ്യം നമ്മളിപ്പോൾ പാല് കാച്ചിലൊക്കെയാണ്, അതിലൊക്കെ വിശ്വാസമുള്ള ആൾക്കാരാണ്. അടുക്കളയിൽ എന്ത് ചെയ്യണം? യൂട്ടൻസിൽസ് ഉണ്ടാവണം, ടൂൾസ് ഉണ്ടാവണം. അടുക്കളയിൽ ടൂളുകൾ എന്ത് ചെയ്യണം? തീർച്ചയായിട്ടും നമ്മൾ വാങ്ങി വെക്കണം എന്നുള്ളതാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് ഈ പിക്ചർ കാണുന്ന പടങ്ങളും അല്ലാതെ നമുക്ക് മോഡുലാർ കിച്ചണാണ് ഇപ്പോൾ ഉള്ളത്, അല്ലേ? പലതരത്തിലുള്ള കോമ്പിനേഷൻസും, അല്ലേ? ഓവൻ്റെ കോമ്പിനേഷൻ, ഫ്രിഡ്ജ്, അതുപോലെ തന്നെ മിക്സി, ഗ്രൈൻഡർ, പിന്നെ ഈ ഇലക്ട്രിക്കൽ ചിമ്മിനി. അടുക്കള സെറ്റ് ചെയ്യാൻ തന്നെ വേണമെങ്കിൽ നമുക്ക് എത്ര രൂപ വേണമെങ്കിലും ചിലവഴിക്കും. നമ്മുടെ വിംസ് ആൻഡ് ഫാൻസീസ് അനുസരിച്ചുള്ള സാധനങ്ങൾ അതിനകത്ത് വാങ്ങിച്ചു വയ്ക്കാൻ പറ്റും. അപ്പോൾ പല രീതിയിലാണ് എല്ലാം. അപ്പോൾ അതിനെല്ലാം ഇതുപോലെ ഓരോ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള കമ്പനീസ് ഉണ്ട്. ഇനി നമ്മുടെ ഒരു ബെഡ്റൂം സെറ്റ് ചെയ്യാനാണെങ്കിലോ നോക്കൂ, എത്രത്തോളം ഹോം ഫർണിഷിങ് കമ്പനികളുണ്ടെന്ന് അറിയാമോ? ധാരാളം ഉണ്ട്. അതും ഈ പറഞ്ഞ പോലെ നാഷണൽ ലെവലിലുള്ള അറിയപ്പെടുന്നുണ്ട്, ലോക്കലായിട്ട് അറിയപ്പെടുന്നുണ്ട്, കേരളത്തിൽ മാത്രം അറിയപ്പെടുന്നുണ്ട്. എന്നാൽ പോലും അതെല്ലാം ഒരു ഓർഗനൈസ്ഡ് ആണ്, ബ്രാൻഡുള്ള കമ്പനികളാണ് തീർച്ചയായിട്ടും. അപ്പോൾ ഇത് ബോംബെ ഡൈനിങ്, ഡെക്കോർ, അല്ലേ? പോർട്ടിക്കോ, ഇങ്ങനെ പല കമ്പനികൾ ഉണ്ട്. നിങ്ങൾ ഫാബ് ഇന്ത്യ, ചിലതൊക്കെ നിങ്ങൾ കേട്ട് കാണും, ചിലത് കേട്ട് കാണണമെന്ന് നിർബന്ധമില്ല. അപ്പം ഇങ്ങനെയുള്ള കമ്പനികൾക്കെല്ലാം എവിടെ നിന്നാണ് ഈ ഇത്ര ഇൻവെസ്റ്റ്മെൻറ്റിനുള്ള ഫണ്ട് കിട്ടുന്നത്, ക്യാഷ് കിട്ടുന്നത് എവിടെ നിന്നാണ്? എന്തായാലും ഇൻവെസ്റ്റ്മെൻറ്റ് വേണമല്ലോ. ഇപ്പോൾ ഒരു സിമെൻറ്റ് മാനുഫാക്ചറിങ് യൂണിറ്റ് ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ മിനിമം ഒരു 500 കോടിയുടെ എങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാന്റിൽ തന്നെ നിക്ഷേപിക്കേണ്ടി വരും. പക്ഷേ ഒരു ഇഷ്ടിക ഉണ്ടാക്കുന്നതിനോ, ഇഷ്ടിക കമ്പനി ഉണ്ടാക്കുന്നതിന് 500 കോടി രൂപ ആവശ്യമില്ല, അല്ലേ? അപ്പോൾ ഈ കമ്പനികൾക്ക് എവിടെ നിന്നാണ് ഫണ്ട് കിട്ടുന്നത്? ഫണ്ട് ഫ്രം വെയർ ദേ റൈസ് ദർ ഫണ്ട്സ്. ഞാൻ ആദ്യം പറഞ്ഞു, പല തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താമെന്ന് പറഞ്ഞു. നമുക്ക് FD ഇൻവെസ്റ്റ്മെൻറ്റ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം, ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം, ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യാം, മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലേ? ലാൻഡിൽ ഇൻവെസ്റ്റ് ചെയ്യാം, റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാം, അപ്പം ഇങ്ങനെ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പം ഇങ്ങനെ പലതരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂസ് ഉണ്ട്. അതിൽ കുറേ പേര് സെലക്ട് ചെയ്യുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂ ആണ് കമ്പനികളിൽ നിക്ഷേപിക്കാം എന്ന് വിചാരിക്കുന്നത്. അതായത് അവരുടെ കമ്പനിയുടെ പെർഫോമൻസ് അനുസരിച്ച് നമ്മുടെ നിക്ഷേപം വളരണം, അല്ലേ? ക്യാപിറ്റൽ ഗ്രോത്ത് ഉണ്ടാവണം, ക്യാപിറ്റൽ അപ്രീസിയേഷൻ ഉണ്ടാവണം. അപ്പം അങ്ങനെ നിക്ഷേപിക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഷെയർ മാർക്കറ്റിൽ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ മാർക്കറ്റിലെ നിക്ഷേപം എന്ന് പറയുന്നത്. അപ്പോൾ ഫിനാൻഷ്യൽ മാർക്കറ്റിൽ പ്രധാനമായിട്ടും നമ്മൾ ഓഹരി നിക്ഷേപത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫിനാൻഷ്യൽ മാർക്കറ്റിൽ 2 രീതിയിലുള്ള മാർക്കറ്റുകളാണ് ഉള്ളത്. ഒന്ന് പ്രൈമറി മാർക്കറ്റ് എന്നും 2 സെക്കൻഡറി മാർക്കറ്റ് എന്നും പറയും. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ കഴിയും. പ്രൈമറി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു കമ്പനി ആദ്യമായിട്ട് ഷെയർ ഇഷ്യൂ ചെയ്യുന്ന മാർക്കറ്റിനെയാണ് പ്രൈമറി മാർക്കറ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പം ഗ്ലാൻഡ് ഫാർമ കഴിഞ്ഞ മാസം നവംബർ 2020 ഷെയർ ഇഷ്യൂ ചെയ്തിരുന്നു. ആ ഷെയർ ഇഷ്യൂ ആദ്യമായിട്ട് ഒരു ചെയ്യുന്ന മാർക്കറ്റിനെ പ്രൈമറി മാർക്കറ്റ് എന്ന് പറയും. നമ്മളിപ്പോൾ കേരളം ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ മസാല ബോണ്ട് നമ്മൾ പുറപ്പെടുവിച്ചു. അപ്പം നമ്മൾ ആദ്യമായിട്ട് കിഫ്ബി മസാല ബോണ്ട് പുറപ്പെടുവിക്കുന്ന മാർക്കറ്റ് എന്ന് പറയുന്നത് പ്രൈമറി മാർക്കറ്റ് ആയിരിക്കും. പിന്നെ അത് ഒരു ഇൻവെസ്റ്റർക്ക് അത് വാങ്ങാനും വിൽക്കാനും,
രണ്ടാമത് ഒരു കൈ മറിയുമ്പോഴാണ് അത് സെക്കൻഡറി മാർക്കറ്റിലേക്ക് വരുന്നത്. ഇപ്പം ഗ്ലാൻഡ് ഫാർമയുടെ ഒരു ഓഹരി ഒരാൾ വാങ്ങിച്ചാൽ അയാൾക്ക് അത് വിൽക്കണമെങ്കിൽ പ്രൈമറി മാർക്കറ്റ് വിൽക്കാൻ കഴിയില്ല, അയാൾ അങ്ങോട്ട് ഹി ഹാസ് ടു ഗോ ടു സെക്കൻഡറി മാർക്കറ്റ്. അപ്പോൾ ഒരു കമ്പനിയുടെ നേരിട്ട് ഒരു ഇൻവെസ്റ്റർ ഷെയർ വാങ്ങിച്ചാൽ നേരിട്ട് കമ്പനിക്ക് തിരിച്ചു കൊടുക്കാൻ കഴിയില്ല, നോർമലി കൊടുക്കാൻ കഴിയില്ല. ഹി ഹാസ് ടു ഗോ ടു ദി സെക്കൻഡറി മാർക്കറ്റ് ഫോർ ഇറ്റ്സ് ട്രാൻസാക്ഷൻ. അത് ട്രേഡ് ചെയ്യണമെങ്കിൽ വാങ്ങുന്നതിനോ വിൽക്കുന്നതിനോ അയാൾക്ക് സെക്കൻഡറി മാർക്കറ്റിലേക്ക് പോകേണ്ടി വരും. ഇപ്പോൾ ഡിസംബർ 2 മുതൽ ഓപ്പൺ ആവുന്ന ഒരു ഇനിഷ്യൽ പബ്ലിക് ഓഫറിംഗ് ആണ് ബർജർ കിങ് എന്ന് പറയും. 2 മുതൽ 4 വരെ ആയിരിക്കും അതിൻ്റെ ഓപ്പണിംഗ് എന്ന്. ഈ പ്രോഗ്രാം നിങ്ങൾ കാണുമ്പോൾ തന്നെ അത് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ലിസ്റ്റ് ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു ഹോട്ടലിൽ പോകുമ്പോൾ നമുക്ക് അവിടുത്തെ വിഭവങ്ങളെ കുറിച്ചൊരു മെനു കാർഡ് കൊണ്ട് തരും. അതുപോലെ ഈ ഷെയർ ആദ്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ IPOയിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് രണ്ടാമതൊരാൾക്ക് വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യണമെങ്കിൽ സെക്കൻഡറി മാർക്കറ്റിലേക്ക് പോകണം. അപ്പോൾ സെക്കൻഡറി മാർക്കറ്റിൽ അതിന് നമ്മളെ സഹായിക്കുന്ന സ്ഥാപനങ്ങളെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ എന്ന് പറയും. ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിലെ ഒരു മെനു കാർഡ് ഉണ്ടാവും. അവിടെ ഭക്ഷണ പദാർത്ഥങ്ങളല്ല ഉള്ളത്, പകരം സ്റ്റോക്കുകളുടെ ലിസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. ആ ലിസ്റ്റിൽ നമ്മുടെ കമ്പനിയുടെ ഷെയറിൻ്റെ പേര് വരുന്നതിനാണ് പറയുന്നത് ലിസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ഗ്ലാൻഡ് ഫാർമ പ്രൈമറി മാർക്കറ്റിൽ ഇൻവെസ്റ്റേഴ്സിന് ഷെയർ ഇഷ്യൂ ചെയ്തു. ആ ഗ്ലാൻഡ് ഫാർമ എന്ത് ചെയ്തു, സെക്കൻഡറി മാർക്കറ്റിൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ അല്ലെങ്കിൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ, ഇന്ത്യയിലെ 2 പ്രധാനപ്പെട്ട സ്റ്റോക്ക് എക്സ്ചേഞ്ചാണ് BSE NSE, ഇതിലേക്ക് എന്ത് ചെയ്തിരിക്കുന്നു, ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ് ചെയ്തത്. അപ്പം ഈ ഗ്ലാൻഡ് ഫാർമയുടെ ഷെയർ പ്രൈമറി മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ച ഒരു ഇൻവെസ്റ്റർക്ക് സെക്കൻഡറി മാർക്കറ്റായിട്ടുള്ള BSEയിലോ NSEയിലോ പോയി എന്ത് ചെയ്യാം, അത് വിൽക്കാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ കൂടുതൽ ക്വാണ്ടിറ്റി വേണമെങ്കിൽ വാങ്ങാനായിട്ടും സാധിക്കും. അപ്പം ഇങ്ങനെ ഷെയർ നിക്ഷേപം ആയിട്ട് കമ്പനികൾക്ക് പൈസ കൊടുത്തിട്ട് ഒരു ഇൻവെസ്റ്റർ വാങ്ങുമ്പോൾ കമ്പനികൾക്ക് അവരുടെ പ്രവർത്തനത്തിലുള്ള മൂലധനം ലഭിക്കുകയാണ് ചെയ്യുന്നത്. അതിനാണ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ കൂടുതൽ പൈസ കിട്ടുമ്പോഴാണ് അവർക്ക് കൂടുതൽ വലിയ പ്രവർത്തനങ്ങളിലേക്ക്, ലാർജ് സ്കെയിൽ ഓപ്പറേഷൻസിലേക്ക് കമ്പനികൾക്ക് പോകാനായിട്ട് സാധിക്കും. ഇപ്പം കോവിഡിൻ്റെ മരുന്നിൻ്റെ കാര്യം തന്നെ എടുക്കുക. കോവിഡിൻ്റെ മരുന്ന് കണ്ടുപിടിക്കുന്നതിന് ഇപ്പം പലതരത്തിലുള്ള ഗവൺമെൻറ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ എന്ത് ചെയ്യുന്നുണ്ട്, സാങ്കേതിക സഹായം കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു ഭയങ്കരമായ എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യമാണ്. അത് ഇതിൻ്റെ ഒരു ലാബ് സെറ്റപ്പ് എന്ന് പറയുന്നത് നമുക്ക് നോർമലി ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ വലിയ മരുന്ന് കമ്പനികൾ, ഫാർമ കമ്പനികളാണ് എന്ത് ചെയ്യുന്നത്, ഇതിൻ്റെ ടെസ്റ്റിംഗ് ഇപ്പോൾ പലപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇന്ത്യയിൽ തന്നെ ഡോക്ടർ റെഡ്ഡീസ് ലാബറട്ടറീസ്, എയറോ ഫാർമ, ഇവരെല്ലാം കോവിഡിൻ്റെ മരുന്ന് കണ്ടുപിടിക്കുമെന്ന് സാധ്യത പട്ടികപ്പെടുന്ന കമ്പനികളാണ്. അപ്പം ഇതിനെല്ലാം ധാരാളം എക്സ്പെൻഡിച്ചർ ആവശ്യമാണ്. ഇപ്പം ഒരു കാർ മാനുഫാക്ചറിങ് യൂണിറ്റ് തന്നെ, ഇപ്പം കിയ മോട്ടോഴ്സ്, ഇന്ത്യയിൽ ലേറ്റസ്റ്റ് ആയിട്ട് വന്നൊരു കാർ മാനുഫാക്ചറിങ് കമ്പനിയാണ് അല്ലേ, കിയ, കൊറിയൻ കമ്പനിയാണ്. 12,000 കോടി രൂപയാണ് ഒരു ആന്ധ്രാപ്രദേശിലെ ഒരു പ്ലാന്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. 12,000 കോടി രൂപ ആലോചിച്ച് നോക്കുക. 12,000 കോടി രൂപ സ്റ്റാർട്ടിങ് ഇയറിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് 1-2 വർഷം കൊണ്ടാണ് പ്ലാൻ ഉണ്ടായിത്തീരുന്നത്. എന്നിട്ടാണ് അവർ ആദ്യത്തെ കാർ ഇന്ത്യയിൽ ഉണ്ടാക്കാനായിട്ട് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് വേണ്ടത്. അപ്പോൾ ഇതിനെല്ലാം എന്ത് ചെയ്യണം, മൂലധനം വേണം, പൈസ വേണം. അപ്പം ഇങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾക്ക് ജനങ്ങളിൽ നിന്നും പണം സ്വീകരിക്കുന്നതിനാണ് നമ്മൾ എന്താ പറയുന്നത്, IPO, ഇനിഷ്യൽ പബ്ലിക് ഓഫറിംഗ് എന്ന് പറയുന്നത്. ഈ ഒരിക്കൽ ഇനിഷ്യൽ പബ്ലിക് ഓഫറിംഗ് നടത്തിയ കമ്പനി വീണ്ടും ജനങ്ങളിൽ നിന്ന് പൈസ നേരിട്ട് സ്വീകരിക്കണം, അതിനെ പറയും FPO, ഫോളോ ഓൺ പബ്ലിക് ഓഫറിംഗ് എന്ന് പറയും. എങ്ങനെ സ്വീകരിച്ചാലും അത് രണ്ടാമത് ഒരു സമയത്ത് വാങ്ങാനോ വിൽക്കാനോ കഴിയണമെങ്കിൽ സെക്കൻഡറി മാർക്കറ്റിലേക്ക് പോകണം. സെക്കൻഡറി മാർക്കറ്റിലെ പ്രധാനപ്പെട്ട സ്ഥാപനത്തെയാണ് നമ്മൾ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട 2 സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ എന്ന് പറഞ്ഞാൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചും നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചുമാണ്. ആ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഒരു പ്രോഗ്രസ് അറിയുന്നത് അതിൻ്റെ സെൻസെക്സ് എന്ന് പറയുന്ന ഇൻഡെക്സ് വഴിയാണ്. അപ്പോൾ ഓരോ സ്റ്റോക്ക് മാർക്കറ്റ് ഓരോ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനും അതിൻ്റെ അന്നത്തെ ഓഹരികളുടെ വില കൂടിയോ കുറഞ്ഞോ എന്ന് നമ്മൾ തീരുമാനിക്കുന്ന ആ മാർക്കറ്റിലെ ഇൻഡെക്സ് നോക്കിയിട്ടാണ്, ആ എക്സ്ചേഞ്ചിൽ ഇൻഡെക്സ് നോക്കിയിട്ടാണ്. ഇപ്പോൾ ഇന്ത്യയിൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ പ്രധാനപ്പെട്ട ഇൻഡെക്സ് എന്ന് പറയുന്നത് സെൻസെക്സ് ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ 30 കമ്പനികളെ അടിസ്ഥാനപ്പെടുത്തി ഉണ്ടായിരിക്കുന്ന ഒരു ഇൻഡെക്സ് ആണ് സെൻസെക്സ് എന്ന് പറയുന്നത്. സെൻസിറ്റീവ് ഇൻഡെക്സ് എന്നാണ് അതിൻ്റെ ഒരു ഫുൾ ഫോം. ബോംബെയിലെ ദലാൽ സ്ട്രീറ്റിലാണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് നിലനിൽക്കുന്നത്. അതുപോലെ തന്നെ നിഫ്റ്റി, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റോക്ക് എക്സ്ചേഞ്ചാണ്. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇന്ത്യയിലെ ഓൾഡസ്റ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ചാണ്. നിഫ്റ്റി എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഓൾഡസ്റ്റ് ഒന്നുമല്ല, റിലേറ്റീവ്ലി ന്യൂർ ആയിട്ടുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചാണ്. പക്ഷേ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റോക്ക് എക്സ്ചേഞ്ചാണ്. ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് അത് പ്രൊമോട്ട് ചെയ്തിരിക്കുന്നത്. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഓഹരി ദല്ലാൾമാരാണ്, ഓഹരി
ഏജന്റുമാരാണ് എന്ത് ചെയ്യുന്നത്, അത് പ്രൊമോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം ഇന്ത്യയിലെ ഷെയർ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത്, സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓപ്പൺ ചെയ്യുന്നത് രാവിലെ 9:15 നോർമലി 9 മണിക്ക് ഓപ്പൺ ചെയ്യുമെങ്കിലും ആക്ച്വലി ഓർഡർ ബൈയും സെല്ലും നമുക്ക് ചെയ്യാൻ കഴിയുന്ന രാവിലെ 9:15 മുതൽ വൈകുന്നേരം 3:30 വരെയാണ്. അപ്പോൾ ചില സമയത്ത് ഇന്നലെ ഇപ്പോൾ തിങ്കളാഴ്ച ആയിരുന്നെങ്കിൽ ഇന്ന് ചൊവ്വാഴ്ച, അപ്പോൾ ഇന്നലെ 3:30 അവസാനിച്ച മാർക്കറ്റ് ഇന്ന് രാവിലെ 9:15 ഓപ്പൺ ചെയ്യുമെന്ന് പറഞ്ഞാൽ അതിനിടയിൽ ഒരുപാട് ന്യൂസുകളുണ്ട്. ഈ ലോകത്ത് പലതരത്തിലുള്ള സംഭവവികാസങ്ങൾ നടക്കുന്നുണ്ട്. കോവിഡിന് മരുന്ന് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ ഏറ്റവും വലിയ ന്യൂസാണ് അല്ലേ, നമ്മൾ മാർക്കറ്റും ഒരിക്കലും എന്നിട്ടില്ല കോവിഡിൻ്റെ മരുന്ന് എന്ന് വരുമെന്നും അത് എത്ര പെട്ടെന്ന് ആൾക്കാരിൽ എല്ലാവർക്കും എത്തിപ്പെടുമെന്നും ഇതുവരെയും ഉറപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ന്യൂസ് പുതിയതായിട്ട് മരുന്ന് കണ്ടുപിടിച്ചു എന്നും മരുന്ന് ജനുവരി 31 ലോകത്തിലെ 1000 കോടി ജനങ്ങൾക്കും ഈ വാക്സിൻ കൊടുക്കാൻ പറ്റുമെന്നൊരു പ്രഖ്യാപനം നാളെ വന്നു കഴിഞ്ഞാൽ ഇത് ഷെയർ മാർക്കറ്റ് വിൽ ഷൂട്ട് അപ്പ്. അതിനെ നമ്മൾ ഗ്യാപ്പ് അപ്പ് എന്ന് പറയും. ഗ്യാപ്പ് അപ്പ് അതായത് ഇന്നലത്തെ ഇൻഡെക്സ് ഇപ്പം നിഫ്റ്റി 12,000-ലാണ് ക്ലോസ് ചെയ്തത്. 12,000 എന്ന് പറയുന്ന സംഖ്യയിലാണ് ക്ലോസ് ചെയ്തത്. ഒരു 1% അപ്പ് ചെയ്താണ് ഓപ്പൺ ചെയ്യുന്നതിന് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് എന്ന് പറയും. 1% ഡൗൺ ആയിട്ട് ഓപ്പൺ ചെയ്യണ ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് എന്ന് പറയും. അപ്പോൾ തലേ ദിവസത്തെ ന്യൂസിനെ ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, പിറ്റേ ദിവസം രാവിലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തത്. പിന്നെ മാർക്കറ്റ് വർക്കിംഗ് ടൈമിൽ എന്തൊക്കെ ന്യൂസ് വരുന്നു, അപ്പം നമ്മുടെ പ്രധാനപ്പെട്ട ന്യൂസ് ഒരു എക്കണോമിക് ന്യൂസ് ബഡ്ജറ്റാണ്. എല്ലാ വർഷവും ഫെബ്രുവരി ലാസ്റ്റ് ഡേയിൽ അല്ലെങ്കിൽ മാർച്ചിലെ ഫസ്റ്റ് ഡേയിലാണ് ബഡ്ജറ്റ് നോർമലി അവതരിപ്പിക്കുന്നത്. അപ്പോൾ ആ ഡേയിൽ മാർക്കറ്റ് ഭയങ്കര ഫ്ലക്ച്വേഷൻ ആയിരിക്കും. കാരണം നമ്മുടെ ധനമന്ത്രി പാർലമെന്റിൽ ഓരോ പ്രഖ്യാപനങ്ങൾ നടത്തുമ്പോഴും ബഡ്ജറ്റ് സ്പീച്ച് നടത്തുമ്പോഴും എന്ത് ചെയ്യും, മാർക്കറ്റ് കാർഡിയോഗ്രാഫ് പോകുന്ന പോലെ എന്ത് ചെയ്യുക, ഇങ്ങനെ താഴോട്ടും മേലോട്ടും സ്വിങ് ചെയ്യും. വളരെ സെൻസിറ്റീവാണ് ഈ മാർക്കറ്റ് എന്ന് പറയുന്നത്. വികാര ജീവിയാണ് ഷെയർ മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് ചെറിയ ന്യൂസ് വന്നാലും അത് മാർക്കറ്റിനെ എന്ത് ചെയ്യാം, അഫക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ഷെയർ മാർക്കറ്റിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരിക്കലും ഷോർട്ട് ടൈമിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല. വളരെ ലോങ് ടൈമിൽ 10 to 15 ഇയേഴ്സിലുള്ള ഇൻവെസ്റ്റ്മെന്റ് മാത്രമേ നമ്മൾ ഷെയർ മാർക്കറ്റിൽ ചെയ്യാവൂ. അല്ലാതെ ചെയ്യുന്നത് വളരെ പ്രൊഫഷണലായിട്ട് അതിനെക്കുറിച്ച് പഠിച്ചിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ മറ്റു തരത്തിലുള്ള അതിൻ്റെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനായിട്ട് സാധിക്കുകയുള്ളൂ. വിജയിക്കാൻ പറ്റും, അല്ലെങ്കിൽ മുഴുവൻ പണവും നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്കും പോകാൻ സാധ്യതയുണ്ട്. ഇന്ത്യയിലെ 2 പ്രധാനപ്പെട്ട ഇൻഡസ്ട്രീസ് ആണ്, സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചും അതുപോലെ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ സൂചി നമ്മൾ സെൻസെക്സ് എന്ന് പറയും. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പ്രധാനപ്പെട്ട സൂചി നമ്മൾ നിഫ്റ്റി എന്ന് പറയും. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട 50 കമ്പനികൾ ചേർന്ന് വരുന്ന നാഷണൽ 50 എന്ന് പറയുന്നതിന്റെ ഷോർട്ട് ഫോം ആണ് ഈ നിഫ്റ്റി എന്ന് പറയുന്നത്. അമേരിക്കൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ മൂന്ന് പ്രധാനപ്പെട്ട സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ ഒന്ന് ഡൗ ജോൺസ് ഉണ്ട്. അതിന് നമ്മൾ വാൾ സ്ട്രീറ്റ്, ഇന്ത്യയിൽ ദലാൽ സ്ട്രീറ്റ് എന്ന് പറയുന്ന പോലെ അമേരിക്കൻ മാർക്കറ്റിലെ വാൾ സ്ട്രീറ്റ് എന്ന് പറയും. ദെൻ സ്റ്റാൻഡേർഡ് ആൻഡ് പൂർ 500, ലോകത്തിലെ ഏറ്റവും വലിയ 500 കമ്പനികൾ, ആപ്പിൾ, ഫേസ്ബുക്ക്, ഗൂഗിൾ ഒക്കെ ഉള്ള, ആൽഫബറ്റ് ഒക്കെ ഉള്ള ഒരു ഇൻഡെക്സ് ആണ് S&P 500 എന്ന് പറയുന്നത്. ദെൻ നാസ്ഡാക്ക്, അമേരിക്കയിലെ തന്നെ IT രംഗത്തുള്ള, ഇൻഫർമേഷൻ ടെക്നോളജി രംഗത്തുള്ള കമ്പനികൾ ലിസ്റ്റ് ചെയ്യുന്നതാണ്. ഇന്ത്യയിൽ നിന്ന് ഇൻഫോസിസ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. നാസ്ഡാക്കിൽ ഇന്ത്യയിൽ നിന്ന് ഇൻഫോസിസ് എന്ന IT കമ്പനി ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ ചൈനയുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചാണ് ഷാങ്കായി എക്സ്ചേഞ്ച്. ദെൻ ലണ്ടൻ്റെ ഫുട്സി എന്ന് പറയും. അപ്പോൾ ഇങ്ങനെ എല്ലാ രാജ്യത്തും സ്റ്റോക്ക് എക്സ്ചേഞ്ചിലുണ്ട്. ചിലത് വളരെ വികസിച്ചിട്ടുള്ളതാണ്, ചിലത് വികസനം കുറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ പല രീതിയിലാണ്. അപ്പം ഈ ഒരു സ്റ്റോക്ക് മാർക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, നമുക്ക് പ്രാഥമിക മൂലധന വിപണി കൃത്യമായിട്ട് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം ഒരാൾ IPOയിൽ ഷെയർ വാങ്ങി, ഇനിഷ്യൽ പബ്ലിക് ഓഫറിംഗിൽ ഇപ്പം ഗ്ലാൻഡ് ഫാർമയുടെ ഷെയർ വാങ്ങിച്ചു, അയാൾക്ക് ആവശ്യമുള്ളപ്പോൾ വിൽക്കാൻ കഴിയണം. വിൽക്കാൻ കഴിഞ്ഞാൽ ആ ഷെയറിന് ലിക്വിഡിറ്റി ഇല്ല എന്ന് പറയും. അപ്പോൾ വിൽക്കാൻ കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, വീണ്ടും ആൾക്കാർ വാങ്ങത്തുള്ളൂ. അപ്പോൾ വിൽക്കാനുള്ള അവസരമാണ് ആര് കൊടുക്കുന്നത്, ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ സെക്കൻഡറി മാർക്കറ്റ് കൊടുക്കുന്നത്. അപ്പോൾ സെക്കൻഡറി മാർക്കറ്റ് ഇല്ലെങ്കിൽ ഈ വാങ്ങിച്ചത് അയാൾ കൈവച്ചുകൊണ്ടിരിക്കാനേ പറ്റും. ഇതിന്റെ വില എത്രയാണെന്ന്, മാർക്കറ്റ് വാല്യൂ എത്രയാണെന്ന് പോലും അറിയാൻ കഴിയില്ല. കാരണം മാർക്കറ്റ് ഉണ്ടെങ്കിൽ മാർക്കറ്റ് വാല്യൂ ഉള്ളൂ. അപ്പം ഇങ്ങനെ ഓഹരി വിപണി എല്ലാ ദിവസവും തുറന്നാൽ മാത്രമേ എന്ത് ചെയ്തുള്ളൂ, അതിന് ഈ ഷെയറിന് എത്ര മൂല്യമാണ് ഉണ്ടാവുകയെന്ന് അറിയാനായിട്ട് സാധിക്കത്തുള്ളൂ. സോ തീർച്ചയായിട്ടും വലിയ വലിയ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവണമെങ്കിൽ അതിന് ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒരു ഫ്രെയിംവർക്കാണ് ഓഹരി വിപണി എന്ന് പറയുന്നത്. ഇപ്പോൾ നാഷണൽ 50 ഇന്ത്യയിലെ ഏറ്റവും ഫ്ലാഗ്ഷിപ്പ് ആയിട്ടുള്ള, മേജർ ആയിട്ടുള്ള വലിയ 50 കമ്പനികളുടെ ഒരു ഇൻഡെക്സ് ആണ് ഇതെന്ന് പറയുന്നത്. അതെങ്ങനെയാണ് നിർമ്മിച്ചിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ 1996-ലാണ്, അത് ഏകദേശം 24 വർഷങ്ങൾക്ക് മുന്നെയാണ് ഈ ഇൻഡെക്സിന് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആരംഭിച്ചത്. 1000 രൂപയ്ക്കാണ് അന്ന് അതിൻ്റെ മൂല്യം ഉണ്ടായിരുന്നത്. ഇന്നിപ്പോൾ 13,000 കഴിഞ്ഞിരിക്കുകയാണ്. അതായത് അന്ന് 1,00,000 രൂപ ഈ നിഫ്റ്റിയിൽ നിക്ഷേപിച്ച ഒരു വ്യക്തി ഇന്നും ആ നിക്ഷേപം തുടരുകയാണെങ്കിൽ
13 ലക്ഷം രൂപയായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? 96-ല് 1 ലക്ഷം രൂപ നിക്ഷേപിച്ച വ്യക്തിക്ക് ഇന്നിപ്പം നിക്ഷേപം അയാൾ കൈവശം വച്ചിരിക്കുകയാണെങ്കിൽ, വിറ്റിട്ടില്ലെങ്കിൽ 13 ലക്ഷം രൂപയായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ആ നിക്ഷേപം വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. 1300% 13 മടങ്ങായിട്ട് വർദ്ധിച്ചിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ അത്രയും വലിയൊരു റിട്ടേൺ ആണ് കിട്ടിയിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഏതൊക്കെ സെക്ടറിലെ കമ്പനികളെയാണ് ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് സിമെന്റിന്റെ കാര്യം പറഞ്ഞായിരുന്നു അല്ലേ, മെറ്റലിന്റെ കാര്യം പറഞ്ഞു. ഏതൊക്കെ ഉണ്ട്? സിമെന്റ് സെക്ടർ, സിമെന്റ് ആൻഡ് സിമെന്റ് പ്രോഡക്റ്റിൽ 2.19% കമ്പനികളാണുള്ളത്. അതുപോലെ IT-യിൽ ഇൻഫർമേഷൻ ടെക്നോളജി 15%, ബാങ്ക് അതുപോലെ തന്നെ ഫിനാൻഷ്യൽ സർവീസ് എന്ന് പറയുന്നത് ഏകദേശം 39%. നിഫ്റ്റിയിലെ ഏറ്റവും വലിയ സെക്ടർ എന്ന് പറയുന്നത് ബാങ്കിങ് കമ്പനികൾ ആണ്. അതുപോലെ തന്നെ കൺസ്യൂമർ ഗുഡ്സ്, നമ്മൾ ഉപയോഗിക്കുന്ന സോപ്പ്, ജീപ്പ്, കണ്ണാടി, അതുപോലെ കോസ്മെറ്റിക്സും അല്ലേ, അങ്ങനെയുള്ള വസ്തുക്കൾ, അതുപോലെ മരുന്ന് കമ്പനികൾ, ഫാർമ കമ്പനികൾ 3.4, അങ്ങനെ വിവിധ തരത്തിലുള്ള സെക്ടേഴ്സ് ഉണ്ട്. ആ വിവിധ തരത്തിലുള്ള സെക്ടേഴ്സിലെ കമ്പനികളെ വെച്ചിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? നിഫ്റ്റി എന്ന ഇൻഡെക്സ് ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ കമ്പനികളുടെ ഇന്നത്തെ ഒരു വില നിലവാരം എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഇതൊക്കെയാണ് ഗെയിൽ, ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. ഇന്ന് ഏറ്റവും കൂടുതൽ നേട്ടം ഉണ്ടായിരിക്കുന്ന ഒരു കമ്പനിയാണ്. ഇന്നത്തെ 8% അതിൻ്റെ വില വർദ്ധിച്ചിട്ടുണ്ടെന്നുള്ളത്. ഇപ്പം കണ്ട 1996-ൽ വെറും 1000 രൂപ തുടങ്ങിയ ഇൻഡെക്സ് ഇന്നിപ്പോൾ ക്ലോസ് ചെയ്തിരിക്കുന്നത് എത്രയ്ക്കാണ്? 140 പോയിന്റ് അപ്പായിട്ടാണ്, 1% അപ്പായി 13,109 രൂപയ്ക്കാണ് ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. December 1 ഞാൻ ഈ പറയുന്നത്. December 1, നെക്സ്റ്റ് ട്രേഡിംഗ് ഡേറ്റ് ഇസ് December 2. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നോർമൽ മാർക്കറ്റ് ക്ലോസ് ഡൗൺ December 1, 2020. നെക്സ്റ്റ് ട്രേഡിംഗ് ഡേറ്റ് ഇസ് December 2, 2020. അപ്പോൾ നിഫ്റ്റിയിലുള്ള വിവിധ കമ്പനികൾ ആണ് ഇതിനകത്തുള്ളത്. ഇപ്പോൾ ഗെയിൽ എന്ന് പറയുന്നത് ഓയിൽ ആൻഡ് ഗ്യാസ് സെക്ടറിലാണ്. സൺഫാർമ എന്ന് പറയുന്നത് നമുക്കറിയാം ഫാർമ സെക്ടറാണ്. ഇൻഡസ്ഇൻഡ് ബാങ്ക് ബാങ്കിങ് സെക്ടറാണ്. ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ സർവീസ്. UPL എന്ന് പറയുന്നത് ഫെർട്ടിലൈസർ സെക്ടറാണ്. ടെക് മഹേന്ദ്ര എന്ന് പറയുന്നത് IT സെക്ടറാണ്. ONGC എന്ന് പറയുന്നത് ഓയിൽ ആൻഡ് ഗ്യാസ് സെക്ടറിൽ വരുന്നു. ഗ്രാസിം എന്ന് പറയുന്നത് ടെക്സ്റ്റൈൽ സെക്ടറാണ്. ഭാരതി എയർടെൽ ടെലികമ്മ്യൂണിക്കേഷനാണ്. ഇൻഫിയ വീണ്ടും അഗൈൻ IT സെക്ടറാണ്. അദാനി പോർട്ട് ഇൻഫ്രാസ്ട്രക്ചറിൽ വരുന്നു. ICC ബാങ്ക് എന്ന് പറയുന്ന ബാങ്കിങ് സെക്ടറിൽ വരുന്നു അല്ലേ. ശ്രീ സിമെന്റ്, വീട് വയ്ക്കുന്നതിന് വേണ്ടി സിമെന്റിന്റെ കാര്യം നമ്മൾ പറഞ്ഞാണ് അല്ലേ. ശ്രീ സിമെന്റ് എന്ന് നോക്കി അതിന്റെ പ്രൈസ് ഉണ്ടോ? 25,500 രൂപയാണ്. 10 രൂപ വിലയുള്ള ഒരു ഷെയറിന്റെ വില 25,000 രൂപയിലേക്ക് വന്നു. അത്രയും വളർച്ച വന്നിരിക്കുന്നു. ബജാജ് 2 വീലർ അല്ലേ, അൾട്രാടെക് സിമെന്റ്, JSW സ്റ്റീൽ കമ്പനിയാണ്. TCS ഇന്ത്യയിലെ ഏറ്റവും വലിയ IT കമ്പനിയാണ്. HDFC ഹൗസിംഗ് ഡെവലപ്മെന്റ് ഫിനാൻസ് കോർപ്പറേഷൻ, PPCL ഭാരത് പെട്രോകെമിക്കൽ ലിമിറ്റഡ്, HCL ടെക്, IOC, M&M, സിപ്ല, SBI, നമ്മുടെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. അതിൻ്റെ 1 രൂപ വാല്യുള്ള ഷെയറിൻ്റെ വില 245 രൂപയാണ്. ടാറ്റ സ്റ്റീൽ, റിലയൻസ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പനിയാണ്. ദെൻ ഹിൻഡാൽകോ, വിപ്രോ, മാരുതി അല്ലേ, നമ്മളെ ഇന്ത്യയിലെ ഏറ്റവും വലിയ 4 വീലർ കമ്പനിയാണ്. പാസഞ്ചർ കാർ മാനുഫാക്ചറിങ് കമ്പനിയാണ് മാരുതി എന്ന് പറയുന്നത്. ദെൻ കോൾ ഇന്ത്യ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കൽക്കരി നിർമ്മാണ കമ്പനിയാണ്. ITC ഇന്ത്യൻ ടുബാക്കോ കമ്പനി എന്നാണ് പേര്. തുടങ്ങിയത് ടുബാക്കോ വെച്ചിട്ടാണെങ്കിൽ ഇപ്പോൾ ടുബാക്കോ എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കുറച്ച് ഉപയോഗിക്കുന്ന ഒരു പ്രോഡക്റ്റായിട്ട് മാറി. GST ഒക്കെ ഒന്ന് വേണ്ടി ടാക്സ് വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു, അതിൽ നിന്ന് മാറി നമ്മൾ ക്ലാസ്മേറ്റ് നോട്ട്ബുക്ക് അങ്ങനെയുള്ള അതുപോലെ സൺഫീസ്റ്റ് ബിസ്ക്കറ്റ് ഇങ്ങനെ ഉള്ള പല പ്രോഡക്റ്റ് ഡൈവേഴ്സിഫിക്കേഷനിലേക്ക് ആര് വന്നു? ഇത് വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട കമ്പനികളുടെ ഒരു ലിസ്റ്റാണ് നിഫ്റ്റി ഇൻഡെക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലേക്ക് ഇങ്ങനെയുള്ള കമ്പനികൾ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ ആൾക്കാർ നിക്ഷേപിക്കാൻ വരുന്നതുകൊണ്ടാണ് അവർക്ക് പ്രവർത്തനങ്ങളിൽ കൂടുതൽ ഡൈവേഴ്സിഫിക്കേഷൻ വരുത്താനും കൂടുതൽ എക്സ്പാൻഷൻസ് വരുത്താനും സാധിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ദീർഘകാല ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഷെയർസിൽ ദീർഘകാലം ഇൻവെസ്റ്റ് ചെയ്യുന്നത് തീർച്ചയായിട്ടും നല്ലതാണ്. ഹ്രസ്വകാലത്തേക്ക് ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്നാണ് ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ദെൻ നമ്മുടെ ഈ ഓൺലൈൻ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കാര്യം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ പ്രഭാഷണം അവസാനിപ്പിക്കാം. നിങ്ങൾ സെക്കൻഡ് ഇയറിലെ കുട്ടികളും ഇതിനകത്ത് ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സോ ഒരു കമ്പനിയുടെ ഗുഡ് വിൽ, ഇപ്പോൾ KSFEയുടെ ഒരു ന്യൂസ് ഇപ്പോൾ പത്രത്തിലൊക്കെ വന്നിട്ടുണ്ട്. KSFE എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ കമ്പനിയാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ഗുഡ് വിൽ, ഏറ്റവും കൂടുതൽ പെട്ടെന്ന് ഗുഡ് വിൽ ബാഡ് വിൽ ആകാൻ പറ്റുന്ന 2 മേഖല എന്ന് പറയുന്നത് ഫിനാൻസും ഒന്ന് ഹോസ്പിറ്റലുമാണ്, ഹെൽത്തുമാണ് അല്ലെ. ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ തീർച്ചയായിട്ടും 2-3 പേര് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ഹോസ്പിറ്റലിലേക്ക് കുറച്ച്
സമയത്തേക്ക് ആ ദിവസത്തേക്ക് ആൾക്കാരും പോകില്ല, അവിടെ ആകെ പ്രശ്നമാണ്, എന്തൊക്കെ വിഷയമുണ്ടെന്ന് ഒരു ഭയങ്കര ന്യൂസ് പറഞ്ഞു. അതുപോലെ പല നമ്മളിപ്പോൾ പോപ്പുലർ ഫിനാൻസ് ഇടക്കാലത്ത് പൊട്ടിയ ഒരു ഫിനാൻസ് NBFC ആണ്, നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനിയാണ് കേരളത്തിൽ അല്ലേ. അപ്പോൾ നിക്ഷേപകർക്ക് പൈസ നഷ്ടപ്പെട്ടു. അപ്പോൾ അങ്ങനെ ഒരു ന്യൂസ് വന്നു കഴിഞ്ഞാൽ കമ്പനിയുടെ ഗുഡ് വില്ല് സെൽഫ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് താഴോട്ട് പോകും. നമ്മളെ സംബന്ധിച്ചിട്ട് നമുക്ക് സെക്കൻഡ് ഇയറിൽ ഏറ്റവും കൂടുതൽ അക്കൗണ്ട്സിൽ പഠിക്കാനുള്ള ഒരു സംഗതിയാണ് ഗുഡ് വില്ല് എങ്ങനെ വാല്യൂ ചെയ്യാം അല്ലെ. പാർട്ണർഷിപ്പായിട്ട് ബന്ധപ്പെട്ട ഒരു പാർട്ണറെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ ഗുഡ് വില്ല് എങ്ങനെ വാല്യൂ ചെയ്യാം, അല്ലെങ്കിൽ പാർട്ണർ റിട്ടയർ ചെയ്യുമ്പോൾ എങ്ങനെ വാല്യൂ ചെയ്യാം, അല്ലെങ്കിൽ ഫെയിം റീകൺസ്ട്രക്ട് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ വാല്യൂ ചെയ്യാം. അങ്ങനെ പല മെത്തേഡ് നമ്മൾ പഠിക്കാറുണ്ട്. ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് പഠിക്കാറുണ്ട്, സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് പഠിക്കാറുണ്ട്, ക്യാപിറ്റലൈസേഷൻ മെത്തേഡ് പഠിക്കാറുണ്ട്, പ്രസന്റ് വാല്യൂ ഫ്യൂച്ചർ സൂപ്പർ പ്രോഫിറ്റ് എന്ന് പറയുന്ന മെത്തേഡ് പഠിക്കാറുണ്ട്. അപ്പോൾ ഇതിൽ ഏത് മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് ഒരു കമ്പനി ആക്ച്വലി ഗുഡ് വില്ല് വാല്യൂ ചെയ്യുന്നത് അത് നമ്മൾ അറിയണമല്ലോ അല്ലേ. നമ്മളിതെല്ലാം പഠിച്ചു, ഇതെല്ലാം പറഞ്ഞു, പക്ഷേ ഇപ്പം ആക്ച്വലി ഈ ഫീൽഡിൽ നടക്കുന്നത് എന്താണ് അതും കൂടെ നമ്മൾ അറിയാം. അല്ലാതെ ഞാൻ ആദ്യമേ ക്ലാസ് തുടങ്ങിയപ്പോഴേ പറഞ്ഞ് അക്കൗണ്ടിങ് ഈസ് എ പോസ്റ്റ്മോർട്ടം അനാലിസിസ്, ഇങ്ങനെയാണ് നമ്മൾ പലപ്പോഴും പറയുന്നത്. ഈ ഷാൽ നോട്ട് ബി എ പോസ്റ്റ്മോർട്ടം അനാലിസിസ് എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാറുള്ളത്. എക്സാമ്പിളും കൂടി ഞാൻ പറയാം. ഇപ്പം ലോക്ക്ഡൗൺ സമയത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നിക്ഷേപം വിദേശ നിക്ഷേപം വന്ന ഒരു കമ്പനിയാണ് റിലയൻസ് ജിയോ എന്ന് പറയുന്നത്. ഇന്ത്യൻ ഇക്കോണമി അല്ലെങ്കിൽ ലോകത്തിലെ സകല എക്കോണമികളും താഴോട്ട് ഡീഗ്രോത്ത് നടത്തിയപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഗ്രോത്ത് വന്ന ഒരു കമ്പനിയാണ് ജിയോ എന്ന് പറയുന്നത്. കാരണം വ്യക്തമാണ്, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിജിറ്റൽ യുഗമാണ് വന്നുകൊണ്ടിരിക്കുന്നത് അല്ലെ. വിദ്യാഭ്യാസം എല്ലാം ഡിജിറ്റലായി കഴിഞ്ഞു. ഈ കോവിഡ് വന്നതോടുകൂടി തന്നെ ആൾക്കാർ നേരിട്ട് ചേരുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഓൺലൈനായിട്ട് മാറി. അപ്പോൾ ഏറ്റവും കൂടുതൽ വേണ്ടത്, നേരത്തെ ഞാൻ ലൈഫൈ കൊണ്ടാണ് തുടങ്ങി, ലൈഫൈ എന്ന് പറഞ്ഞാൽ ഈ ലൈഫൈ കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ പ്രൊവൈഡേഴ്സ് എന്ന് പറഞ്ഞാൽ മൊബൈൽ സേവനദാതാക്കളാണ്. ഇന്ത്യയിൽ എയർടെല്ലുണ്ട്, ജിയോ ഉണ്ട്, BSNL ഉണ്ട്, വോഡഫോൺ ഐഡിയ ഉണ്ട്. ഇങ്ങനെയുള്ള സേവനദാതാക്കൾക്ക് ഇത് കൊടുക്കാൻ കഴിയും. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഈ കമ്പനികളിലെല്ലാം ഷെയറിൻ്റെ വില, ഐഡിയയുടെയൊക്കെ ഷെയറിൻ്റെ വില 1 രൂപ ആയിരുന്നത് 9 രൂപയായിട്ടുണ്ട്. അത്രയ്ക്ക് വർധനയാണ് വന്നത്. ജിയോയുടെ ജിയോ എന്ന് പറയുന്ന കമ്പനി പ്രത്യേകമായിട്ട് ഷെയർ മാർക്കറ്റിൽ ഷെയർ ഇഷ്യൂ ചെയ്തിട്ടില്ല. പക്ഷേ റിലയൻസ് എന്ന് പറഞ്ഞതിൻ്റെ പേരന്റ് കമ്പനിയുടെ ഷെയറുണ്ട്, അതിൻ്റെ വാല്യൂ ഭയങ്കരമായിട്ട് വർദ്ധിച്ചിട്ടുണ്ട് ഈ സമയത്ത്. അപ്പം ഇത് വർദ്ധിക്കാനുണ്ടായ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ഞാൻ ടേബിൾ നിങ്ങൾക്ക് ഇപ്പം മോണിറ്ററിൽ കാണാം. ഫേസ്ബുക്ക് എന്ന് പറയുന്ന ഒരു ആഗോള കമ്പനി, നമുക്കറിയാം നമ്മളെല്ലാം ഫേസ്ബുക്കിൻ്റെ ഒരു തരത്തിലുള്ള മറ്റൊരു തരത്തിലുള്ള ഉപഭോക്താക്കളാണ്. ഫേസ്ബുക്ക് ഐഡിയയിലുള്ളത് തന്നെയാണ് ഇതിൽ കൂടുതൽ പേരും. അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം, അവരുടെ തന്നെ വേറൊരു ഇൻസ്റ്റാഗ്രാം ഉണ്ട്, ഒരു വാട്സാപ്പ് ഉണ്ട്, ഇതെല്ലാം ഫേസ്ബുക്കിൻ്റെ തന്നെ അനുബന്ധ കമ്പനികളാണ്. അപ്പോൾ ഈ ഫേസ്ബുക്ക് 9.9%, ഏകദേശം 10% ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഈ റിലയൻസ് ജിയോയിൽ എന്ത് ചെയ്തത് എന്ന് നടത്തി. ഈ 2020 ഏപ്രിൽ 22 നടത്തിയത്. ആ 10% 43,573 കോടി രൂപയ്ക്കാണ് നടത്തിയത്. അതിനുശേഷം ഏപ്രിൽ കഴിഞ്ഞു, മെയ് വന്നു, മെയ് 3, 8, 17, 22, ജൂൺ 5 തന്നെ 2 ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ് ചെയ്തു. പിന്നെ അങ്ങനെ തുടർന്ന് അവസാനം ഗൂഗിൾ ഉൾപ്പെടെ ജിയോയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ എല്ലാം ഇവിടെ കാണിച്ചിട്ടില്ല എന്നേ ഉള്ളൂ. ഞാൻ കാണിക്കാൻ ഉദ്ദേശിച്ചത്രേ ഉള്ളൂ. ഫേസ്ബുക്ക് ആണ് ആദ്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്തത്. അപ്പോൾ ഫേസ്ബുക്ക് ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ റിലയൻസിൻ്റെ ടോട്ടൽ വാല്യൂ എന്ന് പറയുന്നത് ഇപ്പോൾ 10% 43,000 കോടിയെങ്കിൽ 100% ആകുമ്പോൾ 4,30,000 കോടി അല്ലെങ്കിൽ 4,35,000 കോടിയാണ് വരേണ്ടത് അല്ലേ. അപ്പോൾ നമ്മൾ പഠിച്ച പ്രകാരം ഏതെങ്കിലും ആവറേജ് പ്രോഫിറ്റ് മെത്തഡോ അല്ലെങ്കിൽ സൂപ്പർ പ്രോഫിറ്റ് മെത്തഡോ ഏത് മെത്തഡ് വെച്ചിട്ടാണ് അത് വാല്യൂ ചെയ്തതെങ്കിലും അപ്പം 4,30,000 കോടിയാണ് അതിൽ വരേണ്ടത്. അപ്പം അങ്ങനെയാണെങ്കിൽ മെയ് 3 ആകുമ്പോഴും ആ വാല്യൂ തന്നെയാണ് എന്ത് ചെയ്യേണ്ടത്, ഇൻവെസ്റ്റ്മെൻറ്റ് വരേണ്ടത്. മെയ് 8 കാരണം വളരെ ചെറിയ 2 ആഴ്ച 3 ആഴ്ച വ്യത്യാസത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളെല്ലാം ആ രീതിയിൽ തന്നെയാണ് വരേണ്ടത്. പക്ഷേ അങ്ങനെയാണോ വന്നിരിക്കുന്നത് എന്നുള്ള ഈ ഒരു ടേബിൾ നിങ്ങൾ നോക്കുക. ഫേസ്ബുക്ക് 10% അല്ല 9.99% ഷെയർ വാങ്ങിച്ചപ്പം റിലയൻസിൻ്റെ മൊത്തം വിപണി മൂല്യം എന്ന് പറയുന്നത് 4,36,172 രൂപയായിരുന്നെങ്കിൽ അത് വെറും 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ 2.5 ആഴ്ച, വെറും 16 ദിവസം കൂടി കഴിഞ്ഞപ്പോൾ 4,36,000 എന്നുള്ളത് ഏകദേശം 4,89,000, 4,90,000 രൂപയോളം എന്ത് ചെയ്തു, അതിൻ്റെ വിപണി മൂല്യം മാറിക്കഴിഞ്ഞു. അതേപ്പം ഗുഡ് വിൽ എങ്ങനെ വാല്യൂ ചെയ്തേ, ഏത് മെത്തഡ് വെച്ച് വാല്യൂ ചെയ്തു, എങ്ങനെയാണ് ഈ ഒരു നെഗോസിയേഷൻ നടക്കുന്നത് അല്ല, ഇതാണ് നമ്മൾ അറിയേണ്ടത്. നമ്മൾ ഗുഡ് വില്ലിനെ കുറിച്ച് തീർച്ചയായിട്ടും അക്കൗണ്ടൻസി പഠിച്ചോളൂ, അല്ലെ ബിസിനസ് സ്റ്റഡീസ് നിങ്ങൾ പഠിച്ചോളൂ. പക്ഷേ ഇപ്പം നിലവിൽ ഇൻഡസ്ട്രിയിൽ എങ്ങനെയാണ്, നിലവിൽ നമ്മുടെ ഈ ഫീൽഡിൽ എങ്ങനെയാണ് ഒരു ഗുഡ് വിൽ വാല്യുവേഷൻ നടക്കുന്നത് എന്നുള്ള കാര്യം കൂടി നിങ്ങൾ പഠിക്കണം എന്നാണ് എനിക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളോട് പറയാനുള്ളത്. പ്രിയപ്പെട്ട കുട്ടികളെ, പാഠപുസ്തകത്തിന് അപ്പുറത്തേക്ക് നമ്മൾ പോകണം എന്നുള്ളതായിരുന്നു ഈ ഒരു സെഷൻ്റെ ഉദ്ദേശം. അത്
തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇനി നിങ്ങളുടെ അധ്യാപകരുമായിട്ട് നിങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ ആ രീതിയിൽ തന്നെ പോകും എന്നെനിക്ക് ഉറപ്പുണ്ട്. എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് എൻ്റെ ഈ സെഷൻ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.